ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നാഥ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരേറ്റുന്നു കർത്താവേ. ഇന്നലെ രാത്രിയിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തി, അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഉറപ്പിച്ചു കർത്താവേ. ഇന്ന് രാത്രിയിലും അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ ജനത്തെ കർത്താവെ കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മിക ബലത്തോടെ മടക്കി അയക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശുശ്രൂഷയുടെ കർത്താവെ ആരംഭം മുതൽ അവസാനം വരെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു കർത്താവെ. വിശേഷ കർത്താവെ, ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസീദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ നിറവോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവെ നേതൃത്വം നൽകുവാൻ അവിടുത്തെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും അവിടുന്ന് കർത്താവെ നിയോഗത്തോടെ ഞങ്ങളുടെ മധ്യ അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വ്യക്തമായി, വ്യക്തിപരമായി പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടിയ ദൈവികാലോചന അറിയിപ്പാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം കർത്താവെ. അകത്തെ മനുഷ്യശക്തിയോടെ ബലപ്പെടുവാൻ കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ, ഞങ്ങളുടെ കർത്താവിനെ കൂടുതൽ അറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. യാത്രയിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവിടെ യാത്രയിലും ദൈവ സാന്നിധ്യം ഇരിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കുമാറാകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല വിഷയങ്ങളും അവിടുത്തെ പാതവിടെ ഞങ്ങളെ സമർപ്പിക്കട്ടെ. സകല മാനത്തിനും മഹത്വത്തിനും അവിടുന്ന് മാത്രം യോഗ്യൻ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. തുടർന്ന് ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ, സ്തോത്രം. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടതിന് നമ്മുടെ പ്രിയ കൺവെൻഷൻ കൊയറിനെ ക്ഷണിക്കുന്നു. Hallelujah. Hallelujah. Praise the Lord. സന്തോഷമുള്ളവരെല്ലാം ഒരു കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. Praise the Lord. Hallelujah. നമ്മുടെ കൺവെൻഷൻ്റെ 2ാം ദിവസം ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു വരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ പാടുവാൻ പോകുന്ന ആദ്യ പാട്ട് ദൈവകൃപയെക്കുറിച്ചാണ്. ദൈവകൃപയെ നാം ഏറ്റവും കൂടുതൽ കാണുന്നത് കാൽവറി ക്രൂശിലാണ്. അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് പാപികളും ദോഷികളുമായിരുന്ന നമ്മളെ, ഇസ്രായേൽ പൗരതയോട് യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മളെ ആ കാൽവറി ക്രൂശിലെ സ്നേഹത്താൽ നമ്മളെ ചേർത്തു സ്വന്തം മക്കളാക്കി സ്വർഗീയ പൗരന്മാരാക്കി തീർത്ത ആ വലിയ സ്നേഹത്തിലാണ് ദൈവകൃപ നമ്മൾ അറിയുന്നത്. ആകയാൽ ഇന്ന് രാത്രി കാലം നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ഒറ്റപ്പെടുത്തലുകളിലെല്ലാം ദൈവകൃപ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയെല്ലാം തരണം ചെയ്യുവാൻ കഴിയും. പൗലോസിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം ഉത്തരമായി കൊടുത്തത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അതെ, നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ആ വലിയ ദൈവശക്തി ഇന്ന് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിവിടെ പാടുന്ന പാട്ട് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങളോട് ചേർന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പാടാം. കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു എന്നുള്ള മനോഹരമായ പാട്ട്.
യാഗൻ സങ്കേതമാ എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാൽ യാഗൻ സങ്കേതമാ എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ. കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. ആപത്തനർത്ഥങ്ങളിൽ രോഗദുഃഖങ്ങളിൽ കഷ്ടപ്പാടിന്റെ നാളുകളിൽ ആപത്തനർത്ഥങ്ങളിൽ രോഗദുഃഖങ്ങളിൽ കഷ്ടപ്പാടിന്റെ നാളുകളിൽ എന്നെ ചേർത്തു നിർത്താൻ തിരുമാർവണയ്ക്കാൻ എന്റെ കണ്ണുനിൽ തുടച്ചിടുവാൻ യാഗൻ സങ്കേതമാൻ എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ. യാഗൻ സങ്കേതമാൻ എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ. കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. മറന്നാലും എന്നെ മറക്കാത്തവൻ, എന്റെ പേർ ചൊല്ലി വിളിക്കുന്നവൻ. ഇരുൾ താഴ്വരയിൽ ശത്രുപാളയത്തിൽ എന്റെ കാവലും കോട്ടയുമാ. യാഗൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. ഇരുകരങ്ങളാൽ അനുദിനം നടത്തുകയാ. യാഗൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. ഇരുകരങ്ങളാൽ അനുദിനം നടത്തുകയാ. കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു.
അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ ഞാൻ സങ്കേതമായി എന്റെ കൂടെയുണ്ട്. അവൻ മാത്രമൻ നല്ലിടയൻ. തിരുക്കരങ്ങളാൽ അനുദിനം നടത്തുകയാ കൃപയാ കൃപയാ ദൈവകൃപയാൽ ഞാൻ ജീവിക്കുന്നു. 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 ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിനവും കഴിഞ്ഞു പോകുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എൻ്റെ ദൈവം നിന്നെ വിട്ടു മാറുകയില്ല. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ അന്ത്യത്തോളം വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അടുത്ത ഒരു തമിഴ് ഗാനമാണ്. മലകൾ വിലങ്ങി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും അവൻ കിരുബൈ അവർ ഇറക്കം മാറാതെ എന്തൻ വാഴ്വിലെ. ഈ ഗാനം ഞങ്ങളിവിടെ പാടുന്നു. ദൈവം സഹായിക്കട്ടെ. മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും, മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും അവർ കൃപൈ അവർ ഇറക്കം മാറാതെ എന്റെ വാഴിയേ. അവർ കൃപൈ അവർ ഇറക്കം മാറാതെ എന്റെ വാഴിയേ. വിലകാതെ ആണ്ടവർ എന്നെ ഒരുപോതും കൈവിടാതെ സ്നേഹിതർ. എന്നെ വിട്ടു വിലകാതെ ആണ്ടവർ എന്നെ ഒരുപോതും കൈവിടാതെ സ്നേഹിതർ. നിനക്കായ ജീവൻ തന്ന രക്ഷകർ എൻ വാഴ്വിൽ എന്നും പോതുമാനവർ. മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും, മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും അവർ കൃപൈ അവർ ഇറക്കം മാറാതെ എന്റെ വാഴിയേ. അവർ കൃപൈ അവർ ഇറക്കം മാറാതെ എന്റെ വാഴിയേ. യേശു എന്റെ ജയമാനവർ, യഹോവ
ഷമ്മ എന്നോട് ഇരുപ്പവർ എൻ വാഴിൽ നമ്പിക്കയാണവർ എൻ വാഴിൽ എന്തു പോതുമാനവർ എൻ വാഴിൽ നമ്പിക്കയാണവർ എൻ വാഴിൽ എന്തു പോതുമാനവർ മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും അവർ കൃപൈ അവർ ഇറക്കം മാറാതെ എന്റെ വാഴിയേ അവരിരക്കം മാറാതെ എന്റെ വാഴ്വിലേ യഹോവരാമയന്തൻ സുഖമാണവർ യഹോവരൂപയന്തൻ മൈപ്പരാണവർ യഹോവരാമയന്തൻ സുഖമാണവർ യഹോവരൂപയന്തൻ മൈപ്പരാണവർ വരുവാമൽ എന്നെ என்று காப்பவர் என் வாழ்வில் என்று போதுமானவர் വരുവാമൻ എന്നെ എന്നും കാപ്പവർ എൻ വാഴിൽ എന്നും പോതുവാനവർ മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും മലകൾ വിലകി പോണാലും പർവ്വതങ്ങൾ പേർന്നു പോണാലും അവൻ കൃപൈ അവൻ ഇറക്കം മാറാതെ എന്റെ വാഴിയേ അവൻ കൃപൈ അവൻ ഇറക്കം മാറാതെ എന്റെ വാഴിയേ ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഇത്രത്തോളം സമയം നമുക്ക് ഗാനങ്ങൾ ശ്രവിപ്പാനും ഗാനങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുമൊക്കെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. തുടർന്നുള്ള സമയങ്ങളിലും നാം ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കേണ്ടതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ ബലപ്പെടുത്തേണ്ടതിന് ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വീണ്ടും ഗാനം പാടി നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആത്മാവിൻ്റെ നിറവിൽ അഭിഷേകത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ മേൽ ബലം പകരേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ ശക്തിയോടെ ഇന്ന് രാത്രി നമ്മെ ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അഭിഷിക്ത ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നലെ രാത്രി കർത്താവ് ശക്തമായി അവിടുത്തെ ദാസനെ നമ്മുടെ മധ്യ ഉപയോഗിച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ ആത്മാവിൻ്റെ ശക്തിയോടെ നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവികാലോചന ദൈവത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് ലഭിക്കേണ്ടതിന് അവിടുത്തെ ദാസനെ കർത്താവ് ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ഐസക് ശാമുലച്ചായൻ പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കുക. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി കാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമാകയാൽ കർത്താവെ, ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് കർത്താവെ കടന്നു വന്ന് നിന്നെ സ്തുതിക്കുവാൻ പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ ദൈവമേ, ഞങ്ങൾ ദാഹത്തോടെ കടന്നു വന്നിരിക്കുന്നു നിൻ്റെ വചനം കേൾക്കുവാൻ. അത് കേട്ട് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുന്ന നിൻ്റെ ദാസനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം
വചനം എഴുതപ്പെട്ട അതേ ആത്മാവിനാൽ തന്നെ ഇന്ന് രാത്രികാലവും കർത്താവെ അത് ഘോഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. നിന്റെ ദാസനെ നീ ബലപ്പെടുത്തുമാറാകണമേ. ശാരീരിക ബലഹീനതകൾ മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ ഞങ്ങൾ കരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഏത് ആവശ്യബോധത്തോടെ ഇന്ന് രാത്രികാലം കടന്നു വന്നോ ആ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ വചനം ഇറങ്ങിച്ചെന്ന് പരിവർത്തിച്ച് കർത്താവെ വിടുതലായി പരിവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രികാലം യേശുവിനെ അറിയാത്തവരായി ആരെങ്കിലും ഞങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രികാലം യേശുവിൻ്റെ വചനം കേൾക്കുവാൻ, യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അവനെ അടുത്തറിയുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ ആദ്യോടൊന്നും കർത്താവിൻ്റെ സന്നിധി ബോധത്തിൽ ഇരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ച് വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്പസമയം അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ആയിത്തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും ചേർന്ന് ഒന്ന് രണ്ട് ഗാനങ്ങളും കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ ഉള്ളതാൽ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം,
പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നിത്യനമുണർന്നു വേല ചെയ്യുവാൻ. മുൻമഴ നൽകേണം, മാലിന്യം മാറേണം, നിത്യനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാം. നീന്തീട്ടല്ലാതെ അളക്കാൻ വയ്യാത്ത നീരുറവയെന്നു തുറക്കണതാ. നീന്തീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നു തുറക്കണതാ. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ധൈര്യത്താലുമല്ല ശക്തിയാലേ, ആത്മാശക്തിയാലേ, ധൈര്യത്താലെയല്ല ശക്തിയാലേ, ആത്മാശക്തിയാലേ. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം, ആടിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശ്രയിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശ്രയിച്ചിടാം. പെന്തക്കോസ്തുനാളിൽ നവജീവൻ വേണം, നിത്യതയിലേക്ക് ആശ്രയിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലേക്ക് Hallelujah, hallelujah, കർത്താവിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ ജനത്തിന്റെ മേല ഇറങ്ങുന്നതുകൊണ്ട് ഹല്ലേലൂയ. നിർജീവമായി അതിനെ ജീവിപ്പിക്കുന്ന
അശൈക്കുന്ന രാത്രി അവിടുത്തെ ജനത്തിന്റെ മേൽ അവിടുത്തെ പകരുന്നത് കൊണ്ട് സ്തോത്ര. അന്ധകാര മണ്ഡലങ്ങൾ പകർന്നു വീഴുന്നത് കൊണ്ട് സ്തോത്ര. രാത്രിയിൽ അന്ധകാര മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. നീണ്ടിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയുടെ പ്രവാഹത്തിലേക്ക് ഇന്ന് രാത്രി അവിടുത്തെ ജനത്തെ നയിക്കുകയാ. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. 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 ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത നമ്മുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന സഭാ കൗൺസിൽ, പുത്രികാ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, സഭയുടെ എൽഡേഴ്സായിട്ടുള്ളവർ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിസ്, അമ്മയെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഈ ദിവസങ്ങളിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ മധ്യേ കർത്താവ് അയച്ചിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഫിനിസാറ്, സഹോദരന്മാർ, സഹോദരിമാർ, അയൽ സഭകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, ഗാനശുശ്രൂഷയ്ക്ക് അനുഗ്രഹിക്കുന്ന നേതൃത്വം നൽകുന്ന ആമേൻ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്നലെ രാത്രിയെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന ശ്രമിപ്പാനും ദൈവിക വിടുതൽ പ്രാപിപ്പാനും സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചുവല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, ഇന്നലെ രാത്രി കടന്നു വന്ന ദൈവമക്കൾക്കെല്ലാം ഒരു ആത്മീക വിടുതലായി ഇന്നലെ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷ തീർന്നിരിക്കുകയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കെല്ലാം ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിയ കർത്താവിനെന്ന മഹത്വം കരേറ്റാണ്. സ്തോത്രം. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. പിശാചിൻ്റെ അഹന്ത, ആമേൻ, സ്തോത്രം, ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റിക്കളഞ്ഞപ്പോൾ അനേകായിരങ്ങളെ അകറ്റിക്കളയുവാൻ തൻ്റെ തന്ത്രങ്ങളും പ്രവർത്തികളുമായി പിശാച് ഇറങ്ങിത്തിരിച്ചിരിക്കുമ്പോൾ ആമേൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിൽ ദൈവപുത്രനായി ഒരുവൻ അവതരിച്ചോ. അവൻ നമ്മുടെ രക്ഷകനായി ഇന്നും പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്നവനായി നമ്മുടെ മധ്യേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ. എനിക്ക് ശാരീരിക വിടുതൽ, മാനസിക വിടുതൽ, ആത്മിക വിടുതൽ ആ നാഥൻ്റെ സന്നിധിയിലുണ്ട്. സ്തോത്രം. ഇന്നലെ രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന കർത്താവിൻ്റെ ദാസനോട് ശ്രമിച്ച് ബലപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിലും അവിടുത്തെ ദാസനെ അഭിഷേകത്തോടെ കർത്താവ് നിർത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസനെ വളരെ ബഹുമാനത്തോടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി മുമ്പോട്ട് ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാമല്ലോ.
പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഈ കൺവെൻഷനിൽ എനിക്കും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ സർവകൃപാലുവായ സർവശക്തനായ നമ്മേവരെയും സ്നേഹിച്ച് ജീവൻ കൊടുത്ത് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ മുഖവരിയായി ഒത്തിരി കാര്യങ്ങൾ പറയുന്നതിൽ ഇഷ്ടപ്പെടാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും OPയുടെ കൗൺസിൽ എന്നെ ഈ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു. ഒപ്പം ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ, നിങ്ങളുടെ പ്രിയ പാസ്റ്റർ വൈ തോമസ്, അങ്ങനെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഒപ്പം പാട്ട് പാടുന്ന ഗായക സംഘം, the choir, I appreciate them. Good to hear from them. They're singing in the spirit and the power of God is moving, and I appreciate that. I'll enjoy being here. ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം കർത്താവ് എനിക്കും നൽകിയല്ലോ. ഇന്നലെ രാത്രിയിൽ വീണ്ടും ഇന്നലത്തെ എൻ്റെ തുടർച്ചയായി സിമിലറായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അശുദ്ധാത്മ പ്രവർത്തനവും വിടുതലും. ഇന്നലെ പറഞ്ഞ അതേ സ്ക്രിപ്ചറിൽ നിന്ന് ഞാൻ വീണ്ടും സംസാരിക്കുന്നു. ഇന്നലെ നമ്മൾ പിശാചിനെക്കുറിച്ചുള്ള ഭാഗവും ക്രിസ്തുവിനെക്കുറിച്ചും പറഞ്ഞു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ, മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അതേ വാക്യത്തെ ആസ്പദമാക്കി ഇന്ന് രാത്രിയിൽ വീണ്ടും ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നും ഇത് തന്നെ ആയിരിക്കത്തില്ല തുടരുന്നത്. എന്നാൽ ഇന്നലത്തേതിൽ നിന്ന് ഒരല്പം കൂടെ, ഇതിങ്ങനെ പബ്ലിക്കിൽ കൺവെൻഷനുകൾ അധികം കേൾക്കുന്ന ദൂതുകളല്ല. ഒരു കാലത്ത് ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴതൊക്കെ സാധാരണമല്ല. എന്നാൽ നാം അറിയേണ്ട ഒത്തിരി മർമ്മങ്ങൾ, ശത്രുവിനോട് എതിർക്കുവാൻ, ജയം നേടുവാൻ, അതൊക്കെ നമ്മൾ വചനപ്രകാരം അറിയേണ്ട ആവശ്യമുണ്ട്. ആമേൻ. അതുകൊണ്ട് ഞാൻ പൊതുവേദികളിലൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താറുണ്ട്. നമ്മൾ തിയോളജി പഠിച്ചാൽ, ദൈവശാസ്ത്രം പഠിച്ചാൽ, തിയോളജിയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഡീമനോളജി. തിയോളജി, ബിബ്ലിയോളജി, ഇങ്ങനെ ഓളജി ഒത്തിരി വരുന്ന കൂട്ടത്തിലുള്ളതാണ് ഡീമനോളജി. സാത്താനെ കളഞ്ഞിട്ടല്ല ബൈബിളിൽ സാത്താനെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അത് സാത്താൻ വലിയവനാണെന്ന് കാണിക്കാനൊന്നുമല്ല. സാത്താന് അവൻ്റെ പ്രവൃത്തിയോടുകൂടെ അവനെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ, അല്ലെങ്കിൽ മാറ്റുവാൻ, ഡിസ്ട്രോയ് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വന്നു. അവൻ്റെ രക്തത്താലും വചനത്താലും അവൻ്റെ നാമത്താലും നമ്മൾ അവനെ ജയിക്കും. ഇന്ന് രാത്രിയിലും നമ്മൾ സാത്താനെ ജയിക്കും. സാത്താന് നമ്മുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. അവനും നമ്മളുമായി തീരാൻ ഒരു ബാധ്യതയുമില്ല. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ ഈ മലയാളം നല്ല മലയാളമല്ല. ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പ്രസംഗിച്ച് പഠിച്ച ഒരാളായതുകൊണ്ട് ഇപ്പം നല്ലോണം മലയാളം പറയും. അതുകൊണ്ട് എന്തെങ്കിലും ആകാത്ത വാക്കുകൾ വന്നാൽ നിങ്ങളതെന്നോട് ക്ഷമിക്കണം. എന്ന് പറഞ്ഞാൽ മോശമായ വാക്കുകളെന്നല്ല, അർത്ഥം ചിലപ്പം ഒന്നിച്ചു വരുമ്പോൾ തിരിഞ്ഞൊക്കെ നിന്നിരിക്കും. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി കർത്താവ് പറയുന്നു. അശുദ്ധാത്മ പ്രവർത്തനങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സൈറ്റൻ, പിശാച് എന്ന് നമ്മൾ മലയാളത്തിൽ കേൾക്കുന്ന സൈറ്റൻ, ഡെവിൾ, ഡീമൻസ്, ഈ കാറ്റഗറിയിൽ 3 ബറ്റാലിയനായുണ്ടായ ദൈവത്തിൻ്റെ സൈന്യവ്യൂഹത്തിലെ ലൂസിഫർ വിവാഹം ദൈവത്തിന് വിരുദ്ധമായി എഴുന്നേറ്റ് ദൈവത്തോട് മത്സരിക്കാൻ ഹൃദയത്തിൽ അഹന്തയോടുകൂടെ ഉള്ള സമീപനം വന്നപ്പോൾ ദൈവം അവരെ പുറത്താക്കി. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അകൃത്യം അവനിൽ കണ്ട നാൾ വരെ അവൻ നടപ്പിൽ നിർമ്മലനായിരുന്നു. ഇന്നലത്തേത് ആവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിലും അകൃത്യം നമ്മളിൽ കണ്ടാൽ
ദൈവത്തിന് നമ്മളിൽ പ്രസാദമില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. നമ്മൾ പെന്തിക്കോസുകാരായതുകൊണ്ടല്ല ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത്. നമ്മുടെ അകൃത്യം മോചിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി തീർക്കാൻ പുത്രൻ തമ്പുരാൻ ഇവിടെ അയച്ച്, പുത്രൻ പോയപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു ജയജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവ് പ്രസാദിച്ചതുകൊണ്ട് അത് ഓർത്ത് നമുക്കൊരു സ്തോത്രം ചെയ്യണം. രാത്രി നല്ല ദൈവസാന്നിധ്യം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സാത്താനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ദൈവസാന്നിധ്യം അങ്ങ് പോകില്ല. അവനെ ആദരിക്കുകയല്ല, അവൻ്റെ പ്രവൃത്തിയെ അഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അപ്പോൾ സാത്താൻ പ്രവർത്തിക്കുന്നത് രണ്ട് തലത്തിലാണ് സാത്താൻ്റെ പ്രവർത്തനങ്ങളുള്ളത്. അവൻ്റെ പ്രവർത്തനം മൈൻഡിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്താമണ്ഡലത്തെ ആണ് സാത്താൻ സ്വാധീനിക്കുന്നത്. സാത്താൻ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ മൈൻഡിലാണ് ഇരിക്കുന്നത്. പീപ്പിൾ ഓർ മനുഷ്യർ ആർ കമ്പോസ്ഡ് ഓഫ് 3 കമ്പാർട്ട്മെൻറ്റ്സ്. 3 വിഭജിച്ചുകൂടാത്ത ഘടകങ്ങളുള്ള ഒരാളിനെ മനുഷ്യൻ എന്ന് പറയത്തുള്ളൂ. അതിലൊന്ന് പോയാൽ, ആത്മാവ് വിട്ടുപോയാൽ പിന്നെ അവനെ മനുഷ്യൻ എന്ന് വിളിക്കില്ല. ദാറ്റ്സ് എ ഡെഡ് ബോഡി. 3 കൂടെ ഒന്നിച്ചുള്ള, ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഒത്തിരി വിവരിക്കാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ മൈൻഡിലാണ് സാത്താൻ നിലകൊള്ളുന്നത്. ഈ മൈൻഡിൽ സാത്താൻ നിലകൊള്ളുന്നത് കൊണ്ട് മൈൻഡാണ് എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അടിസ്ഥാനമായ ഒരു വലിയ ഘടകം. പ്രത്യേകിച്ച് എൻ്റെ ആന്തരിക അവയവങ്ങളിലേക്ക് അവന് പലതരത്തിലുള്ള രോഗശക്തികളെ അയക്കാം. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ ഒക്കുന്ന ഒരു സമയമല്ലിത്. അപ്പോൾ എങ്ങനെയാണ് തോട്ടത്തിലേക്ക് പഴയ പാമ്പായ ഈ പിശാച് പ്രവേശിച്ചപ്പോൾ ആ തോട്ടം അശുദ്ധമായോ എന്ന് ചോദിച്ചാൽ അശുദ്ധമായി കാണത്തില്ല. എന്നാൽ അവൻ്റെ പ്രവേശനത്തെ ഒരു വ്യക്തി അനുവദിച്ചപ്പോൾ അവൻ്റെ പാർപ്പിടം, അവൻ്റെ വാസസ്ഥലം അവനും അശുദ്ധനായി തീർന്നു. നമ്മൾ വസിക്കുന്ന നമ്മുടെ വീടുകൾ അല്ല അശുദ്ധമായിരിക്കുന്നത്, നമ്മളാണ് അശുദ്ധമായത്. നമ്മൾ അശുദ്ധമായപ്പോൾ ആ ഭവനവും നമുക്ക് ചുറ്റുവട്ടങ്ങളും നമ്മൾ അശുദ്ധമുള്ളതാക്കി തീർക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ എ മാൻ ഈസ് വാട്ട് ഹി തിങ്കത്ത് ഇൻ ഹിസ് ഹാർട്ട്. ഇന്നലെ രാത്രി നമ്മളെ 3-ാം അധ്യായത്തിൽ ജോൺ 3:8 വായിച്ചു. പിശാചിൽ നിന്ന് വായിച്ചു. മുതൽ പാപം ചെയ്യുന്നവല്ലോ. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാവുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അപ്പോൾ പാപം മരണകാരണമായി, പാപം രോഗകാരണമായി. ഇതെപ്പോഴാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ സാത്താൻ്റെ ആഗമനത്തോടുകൂടെയാണ് പാപം മനുഷ്യനിലേക്ക് വന്നു കയറിയത്. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി കർത്താവിന് നമ്മോട് പറയാനുണ്ട്, നമ്മുടെ ചിന്ത ശരിയാണെങ്കിൽ, സ്തോത്രം, നമ്മൾ ശരിയായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു ജയാളിയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും വലിയ പ്രശ്നം, എങ്ങനെ എൻ്റെ ചിന്തയെ എനിക്ക് അതിജീവിക്കാം. മനുഷ്യൻ ക്രിയേറ്റഡ് ആയിരിക്കുന്നത് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് 3 ബ്ലെയിംലെസ്സായി. അതിൻ്റെ മലയാളം വിശുദ്ധമാണ്, കുറ്റമറ്റതായി കാക്കപ്പെടാൻ നമ്മൾ കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിലകൊണ്ടാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു കൂട്ടം ആളുകൾക്ക് വിചാരമുണ്ട്, പിശാച് എന്ന് പറയുന്ന ഈ ഫാക്ടറിയെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് എനിക്ക് പോകാനൊക്കെ ഒരു സ്റ്റഡി പോലെ പോകുന്നത് കൊണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ശരീരം പിശാചിൻ്റെ അടിമത്വത്തിൽ വിട്ടുകൊടുത്താൽ അതിൻ്റെ അർത്ഥം ഈ മൈൻഡ് പിശാചിൻ്റെ നിയന്ത്രണത്തിലാണെന്നാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ ശരീരത്തിൽ എന്നാ കാണിച്ചാലും കുഴപ്പമില്ല, ആത്മാവ്
ശുദ്ധിയുള്ളതായാൽ മതി എന്നുള്ള ചിന്താഗതിക്കാർ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ ആ സമൂഹത്തിൽ കണ്ടുവന്ന വൃത്തിഹീനമായ മ്ലേച്ഛകരമായ പുരുഷനും സ്ത്രീയുമായുള്ള ബന്ധത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ദൈവ പദ്ധതിക്ക് വിരുദ്ധമായി സ്വാഭാവികമായതിനെ അസ്വാഭാവികമാക്കി മാറ്റുന്ന ഇന്നത്തെ തലമുറയിൽ കണ്ടുവരുന്ന ഹീനമായ നീചമായ സോദോം ഗോമോറയിൽ കണ്ടുവന്ന അതേ പ്രതിഭാസം കാണുമ്പോൾ ഓർത്തുകൊള്ളണം, യേശുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ ശക്തിയായ കടന്നാക്രമണം വരവ് ജീവിതങ്ങളിൽ വന്നു കയറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. ഞാനിപ്പോൾ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ ഒക്കാത്തതുകൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ ഇരിപ്പുണ്ടെങ്കിൽ 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം എൻ്റെ കർത്താവ് അങ്ങനെയുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന മൈൻഡിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് എ റീപ്രൊബേറ്റ് മൈൻഡ് എന്ന കിങ് ജെയിംസ് വേർഷൻ ഓഫ് ദ ബൈബിളിൽ അവർക്ക് കൊടുത്തിരിക്കുന്നത് നികൃഷ്ട ബുദ്ധിക്ക് അവരെ ഏൽപ്പിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ കാരണം അവൻ്റെ ബുദ്ധി വിശുദ്ധമായതിനെ അശുദ്ധമാക്കി. സ്തോത്രം. അതുകൊണ്ട് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ വേറെ ജമ്പ് ചെയ്ത് പോകുന്നതാണ്, അത് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ, ശരീരമുള്ളതിന് എല്ലാവർക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ശരീരമില്ലാത്ത വല്ലവരും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല, എല്ലാവർക്കും ഒരു ശരീരമുണ്ട്. ശരീരമില്ലാത്ത ഒരു പാർട്ടി ഇവിടെ സന്നിഹിതനാണ്, അവൻ്റെ പേരാ പിശാചെന്ന്. ഹലോ, അവനെന്ന് ശരിയായിട്ടും അവനെ വിളിക്കാൻ ഒക്കില്ല. ദൈവശാസ്ത്രപ്രകാരം ഈസ് ഓൺലി എ ബീയിങ് വിത്തൗട്ട് എ ബോഡി. ഇന്ന് രാത്രി അവൻ അങ്ങനത്തെ ഒരു പാർട്ടി ആയതുകൊണ്ട് ഇവൻ നമ്മുടെ തലച്ചോറിലൊക്കെ വലിഞ്ഞു കയറുക, നമ്മുടെ മൈൻഡിൽ വലിഞ്ഞു കയറുക. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുക, ശരീരത്തെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം. ഞാൻ ഈ പറയുന്നത് ഇഷ്ടമല്ലെങ്കിലും വചനം സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സ്തോത്രം പറയണം. അതിൻ്റെ കാര്യം, ഇന്ന് രാത്രി നമ്മൾ വിടുതലിലേക്ക് സഞ്ചരിക്കുക. എനിക്കൊരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നവരാണ് ഡിസീവ്ഡ് ആയിരിക്കുന്നത്. എന്നാൽ കുഴപ്പം എല്ലാവർക്കും ഉണ്ടെന്നും പറയുകയല്ല, അങ്ങനെ ഉള്ളവരെ ഡിസീവ് ചെയ്യാൻ അനുവദിക്കാതെ തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭത വരും. ഈ കൺവെൻഷൻ നിമിത്തം നമ്മുടെ ഇടയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകുകയും ആ ശുദ്ധീകരണത്തിലൂടെ ഒരു റിവൈവൽ ഉണ്ടാകുകയും ചെയ്യണം. റിവൈവൽ കൈയടിക്കുന്നതല്ല, റിവൈവൽ തുള്ളുന്നതല്ല. നിങ്ങൾ എന്നെ നോട്ട് ചെയ്താൽ ഞാൻ നിങ്ങളെല്ലാവരെക്കാളും നൃത്തം ചെയ്യുന്നയാളാണ്. എനിക്ക് എത്ര നേരം വേണ്ടി ആത്മാവിൽ ആരാധിക്കാം. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ജീവിക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. പാപം ഒഴിഞ്ഞ ഒരു ജീവിതം മാത്രമേ നിർബന്ധമായും റിവൈവൽ കൊണ്ട് തരത്തുള്ളൂ. അപ്പോൾ ശരീരം ആദ്യം, മൈൻഡിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ, സ്തോത്രം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി, സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നെവർദലെസ് ഐ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ. മലയാളം വരുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന അതാരാ? എനിക്ക് വേണ്ടി ജീവൻ തന്ന്, സ്തോത്രം, സ്തോത്രം, എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്ത, സ്തോത്രം, അവനിലുള്ള വിശ്വാസത്തിലായി ഇപ്പം ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായവരെല്ലാം സ്തോത്രം പറയണം. നമ്മളൊരു കാര്യം അറിയണം, നമ്മളെ പ്രസാദിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ആരെയും പ്രസാദിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. നീ ഒരു ദൈവ പൈതലായി ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടാൽ പിന്നെ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന ഏക ജോലിയാണ് നമുക്കുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പാടുമ്പോൾ അതിന് പാടുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിനായി ഭക്ഷിക്കുന്നു, നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തിനായി സഞ്ചരിക്കുന്നവരാ. അപ്പോൾ നെവർദലെസ് ഐ ലിവ്, ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ മരിച്ചു. എൻ്റെ ഇംഗിതം, എൻ്റെ വിൽ, മൈ ഇമോഷൻസ്, എവറിത്തിങ് ഈസ് ഡെഡ്. അപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടത്? എൻ്റെ ശരീരത്തെ അശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ വലിയൊരു മേജർ പോർഷൻ കവർ ചെയ്തു വരുമ്പോൾ മൈൻഡിൽ നിന്ന് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഓർഡർ മനുഷ്യൻ്റെ ശരീരത്തെ ഡിഫൈൽ ചെയ്യുക.
ഞാൻ ദീർഘനാളുകൾ പാർത്തിരുന്നതും ഇപ്പോൾ ഭാഗികമായി പോവുകയും വരികയും ചെയ്യുന്ന ഒരു രാജ്യം, പേരെടുത്ത് പറയുന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രാജ്യത്ത് അവർ കാണിക്കുന്ന കോപ്രാന്തികൾ എന്ന പദം നല്ലതാണെന്നൊന്നും അറിയില്ല. അത് ഞാൻ 1970കളിൽ കാണുമ്പോൾ എനിക്കങ്ങ് വലിയ അതിശയം തോന്നിയിട്ടുണ്ട്. അതിപ്പം നമ്മുടെ രാജ്യത്തും ഒക്കെ വന്നിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തെ കാണിക്കുന്ന ഓരോ വികൃതമായ രൂപം, ഈ ശരീരത്തിൻ്റെ ബെല്ലി ബട്ടനെ വരെ ചെറിയ റിങ്ങുകൾ ഇടുക, ബാക്കിയൊന്നും എനിക്ക് പറയാൻ കൊള്ളാവുന്ന സ്ഥലത്തൊക്കെ ഇടുന്ന സ്ത്രീ പുരുഷന്മാർ. ഇതാർക്കു വേണ്ടിയാ ഈ പച്ചകുത്തിയതും, ഇതാർക്കു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാര്യം അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കപ്പെട്ടവരാ. നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുത്താൽ അത് യാഗമായാൽ പിന്നെ അതിനൊരു ഫംഗ്ഷനേ ഉള്ളൂ. പിശാചിനെ പ്രസാദിപ്പിക്കുകയല്ല, പിശാചിൻ്റെ ഓർഡർ എടുക്കുകയല്ല, പിശാചിൻ്റെ ആളുകൾ കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ കാണിക്കുകയല്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശരീരം മറച്ച് ശരീരത്തെ കവർ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഒരു സമൂഹമാ ദൈവമക്കൾ എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ പറയുക. ആരെങ്കിലും അല്ലാതെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും സാത്താനെ പുറത്തു നിർത്തുകയും ചെയ്യണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ന്യൂയോർക്കിലെ അറിയപ്പെടുന്ന ഒരു പാർക്കിൽ പേപ്പറിലുള്ള വന്നുകൊണ്ടാണ് ശരീരത്ത് പെയിന്റ് അടിച്ച് നഗ്നത മറയ്ക്കാതെ പരസ്യമായി നടക്കുന്ന ആളുകൾ. അതുപോലെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ചില രാജ്യങ്ങളിൽ വൃത്തിഹീനതയുടെ അങ്ങേയറ്റം കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, പിശാചിൻ്റെ പ്രവൃത്തി ശരീരം വെളിപ്പെടുത്തും. ഞാൻ ചിന്തിക്കുന്നത് ഞാനാകുന്നു, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ സംസാരിക്കുന്നു. ഹലോ, സ്തോത്രം, സ്തോത്രം. ഞാൻ യേശുവിനെയും അവൻ്റെ നാമത്തെയും ചിന്തിച്ചാൽ അവനെക്കുറിച്ച് ഞാൻ പറയും. എനിക്ക് ഒരു സ്വഭാവം ഉണ്ട്. അത് ഞാൻ വിദേശത്ത് അമേരിക്കയിലൊക്കെ ജീവിച്ചു വന്നതുകൊണ്ടായണ്ട, എവിടെ പോയാലും എൻ്റെ ഭാര്യയുടെ കാര്യം പറയും. ഷാരോൺ കൗൺസിലിൽ ലീഡേഴ്സ്, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, ഞാൻ ഈ സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് ചോദിച്ചിട്ടുണ്ട്, സാറേ എവിടെ പോയാലും ഈ ഭാര്യയുടെ കാര്യം എന്താ പറയുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷമേ എൻ്റെ മക്കൾ വരുന്നുള്ളൂ. പുരുഷന്മാർ സ്തോത്രം പറയണ്ട, സ്ത്രീകൾ സന്തോഷത്തോട് ഹല്ലേലൂയ പറയേണ്ടതാ. ചിലപ്പോൾ പറയാത്തത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു എന്ന ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പാടുന്ന പാട്ട്, യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയയേ. ഹല്ലേലൂയ, എൻ പ്രിയയേ. മതി. അപ്പോൾ യേശു എന്ന പേരല്ലാത്ത പേര് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതായിരിക്കണം നമ്പർ 1. അപ്പോൾ അശുദ്ധാത്മ പ്രവർത്തനം നമ്മളിൽ വ്യാപരിച്ചു നിന്നാൽ അതിൻ്റെ എക്സ്പ്രഷൻ ഈ ശരീരത്തിൽ നമ്മൾ കാണിക്കും. ആ എക്സ്പ്രഷനെ കുറിച്ച് ഞാനിപ്പോൾ ജനറലൈസ് ചെയ്തൊന്നും പറയുന്നില്ല. അവനവന് ലഭിച്ച മനസാക്ഷിയിൽ ഏത് രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടോ അവൻ്റെ സ്വഭാവത്തിന് അനുരൂപമായവർക്ക് അത് വരുമ്പോൾ അവർക്കറിയാം ഞാൻ ഈ കാണിക്കുന്നത് ശരിയല്ലെന്ന് ആത്മാവ് വെളിപ്പെടുത്തും. നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലത്ത്, ആരും വിശ്വാസികളില്ലാത്തിടത്ത് അവരെ പോലെ ആകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം എന്നെ ഇവിടെ അയച്ചത് അവൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ വേണ്ടി. സ്വന്തം രക്തം തന്ന കർത്താവ് പറയാ, മക്കളെ എന്ന് വിളിക്കുന്ന കർത്താവ് പറയാ, എൻ്റെതെന്ന് പറയുന്ന കർത്താവ് പറയാ, നീ എനിക്കുള്ളവനെന്ന് പറയുന്ന കർത്താവ് പറയുക, നീ എന്നെ പോലെ ആകുന്നതാ എനിക്ക് താല്പര്യം.
എന്നാൽ സാത്താന് ശുദ്ധിയുള്ളതിനെ അശുദ്ധമാക്കുന്ന സ്വഭാവമാണ്. എപ്പോഴും അത് അശുദ്ധമാക്കാനായിട്ട് നയങ്ങൾ ഉപയോഗിക്കും, വാക്കുകൾ ഉപയോഗിച്ച് പ്രവൃത്തിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. ആ സ്വഭാവത്തിൽ എത്തിക്കഴിയുമ്പോൾ കുറ്റബോധത്തിൽ പൂണ്ട് ഒരു പക്ഷേ അവർ പുറകോട്ട് മാറിയെന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തകരാറ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറകോട്ട് പോകണ്ട. സ്നേഹസ്വരൂപനായ ദൈവം നിങ്ങളെ പിന്നെയും വിളിച്ച് മകനെ എന്ന് വിളിച്ച് കുറവ് പരിഹരിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആ കുറവ് നീ വെച്ചുകൊണ്ട് പോകണ്ട. നിന്നെ സ്വർഗീയനോട് അനുരൂപനാക്കാൻ ഞാൻ ചെയ്ത ആ പ്രവൃത്തിയിൽ നീ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് ഇത് ഉപേക്ഷിച്ചാൽ നിനക്ക് പിന്നെയും മുമ്പോട്ട് വരാം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ശരീരം ജീവനും വിശുദ്ധിയും. പിന്നെ അടുത്തൊരു പ്രയോഗം, ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം. അശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ ശരിയായ പ്രവർത്തനം കാണണമെങ്കിൽ ദൈവം അവരെ സൃഷ്ടിച്ചിട്ട് അവരെ തേജസ് കൊണ്ട് അണിയിച്ചു. അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതെൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. മലയാളികളുടെ പ്രസംഗിക്കത്തിൽ ഇംഗ്ലീഷുകാരുടെ ഇല്ലാതെ പ്രസംഗിക്കുക, മലയാളികളുടെ ഇല്ലാതെ പ്രസംഗിച്ചാൽ ഒരു രീതിയിൽ അങ്ങോട്ട് ശരിയാക്കി കണ്ടിട്ടില്ല. They were naked but they are not ashamed. അവർ നഗ്നരായിരുന്നെങ്കിലും അവർക്ക് നഗ്നത തോന്നിച്ചില്ല. They are naked but they are not ashamed. ദൈവത്തിൻ്റെ തേജസ് ഒരാളുടെ ജീവിതത്തെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നഗ്നത എന്ന് പറയുന്ന അവർക്ക് തോന്നത്തില്ല. കാര്യം അവരെ അല്ല കാണുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ കാണും. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. പല ആളുകൾ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരു ദൈവ തേജസ് ഉണ്ടെന്ന്. എനിക്കത് മനസ്സിലാകാറില്ല. ഞാൻ കണ്ണാടി നോക്കിയിട്ട് എൻ്റെ മുഖം എന്നും കാണുന്ന പോലെ ഇരിക്കുന്നേ. എന്നാൽ നിങ്ങളോട് പറയുക, നിങ്ങളുടെ മുഖത്തും അതേ പ്രകാശം ഉണ്ടാകും. എങ്ങനെയായാൽ നിങ്ങളും അവൻ നടക്കുന്നത് പോലെ പ്രകാശത്തിൽ നടന്നാൽ ആ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ അതെവിടെ ചെന്നാലും അത് പ്രതിബിംബിക്കും. യേശുവിൻ്റെ നാമത്തിൽ. മൈൻഡിലേക്ക് സാത്താൻ്റെ പ്രവേശനം. സാത്താന് ഒരു വ്യക്തിയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ചെയ്യുന്ന കാര്യം ഈ സമർപ്പണത്തിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റും. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം നടക്കണമെങ്കിൽ നമ്മളിലുള്ള ജഡിക, പ്രാകൃത, പൈശാചികത്വ, ലൗകിക കാര്യങ്ങൾ മാറ്റണം. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ അത് ഇനിയും കൺവെൻഷനിൽ കേൾക്കില്ല. 74 വയസ്സാകുന്ന എനിക്ക് ഒരു ദിവസം കൂടെ പറയാൻ ഒക്കുന്നതിലുള്ള സന്തോഷം എന്താണെന്നറിയാമോ? അഹങ്കാരത്തിൻ്റെ അല്ല, എനിക്കിത് പറഞ്ഞിട്ട് ജീവിക്കാനൊരു അവസരം, പറയുമ്പോൾ എന്നെ കൂടെ ഒന്ന് ശുദ്ധീകരിക്കാൻ അവസരം എനിക്ക് കിട്ടുന്നത് കൊണ്ടുള്ള സന്തോഷമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിൻ്റെ വരവിൽ പോകാനുള്ളവരാണ്. എന്നാൽ ശുദ്ധീകരണം കൂടാതെ, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി നമ്മളെ കൊടുക്കാതെ ആ നിലയിൽ നമ്മൾ ചെന്നു ചേരുന്നില്ല. അപ്പോൾ ഈ ശരീരം ഇനി ആർക്കുള്ളതല്ല. സ്തോത്രം. സാത്താന് സമർപ്പിക്കാനുള്ളതല്ല, ലോകത്തിന് സമർപ്പിക്കാനുള്ളതല്ല, നിങ്ങളുടെ സ്വന്തം മോഹങ്ങളിൽ നടക്കേണ്ടതിന് ജഡത്തിന് സമർപ്പിക്കേണ്ടതല്ല. സ്തോത്രം. ഇന്ന് ശുദ്ധീകരണം ഉണ്ടായാൽ OP അറിയാത്ത റിവൈവൽ ഇവിടെ ഉണ്ടാകും. OPയിൽ ഭൂതങ്ങൾ അലറിയോടാൻ തുടങ്ങും. OPയിലെ ഓരോ ദൈവ പൈതലും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വീട്ടിൽ തന്നല്ല പരിസരങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും. രോഗികൾ സൗഖ്യമാകും. മുടന്തന്മാർ എഴുന്നേറ്റ് വരും. നടക്കാത്ത കാര്യം പൂർണ്ണമായി നമ്മൾ ആയിട്ടില്ല, ആകാത്തവരാ ഞാൻ ഉൾപ്പെടെ എല്ലാവരും. എന്നാൽ ഒരു ആഗ്രഹം വന്നാൽ, ഒരു തീരുമാനം വന്നാൽ, ഒരു തീരുമാനത്തിൽ നിലനിന്നാൽ, അങ്ങനെ സാത്താൻ്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ നിന്ന് മാറിത്തുടങ്ങും. അപ്പോൾ ഈ സാത്താൻ ഇങ്ങനെ കയറി നമ്മളെ ശരിയായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇന്നലെയും ഞാൻ അതൊന്ന് പറഞ്ഞു. അതൊന്നും ചോദിച്ചാൽ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഡീമനോളജി ഒത്തിരി പഠിക്കുന്നയാളാണ്. കാര്യം ഈ ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികൾക്ക് പ്രാർത്ഥിക്കാനും ഇന്നും വളരെ ആപ്ലിക്കബിളായി അനുഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട്, എനിക്കുണ്ടാകുന്നതുകൊണ്ട് ചെയ്യുന്നയാളാണ്. അപ്പോൾ ഇത് പഠിക്കുന്നയാളാണ് ഞാൻ.
ഡീമനോളജിയെക്കുറിച്ച്. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ വിശുദ്ധന്മാർ അങ്ങ് അറ്റത്ത് കയറി നിൽക്കുന്നവരല്ലെന്നല്ല, നമ്മൾ വിശുദ്ധന്മാർ തന്നെ. എന്നാൽ നമ്മളിൽ യേശു കർത്താവിൻ്റെ രക്തവും അവൻ്റെ വചനവും, സ്തോത്രം, അവൻ്റെ നാമവും നിലകൊള്ളുന്നിടത്തോളം സാത്താൻ ദൂരെ നിൽക്കത്തുള്ളൂ. നമ്മൾ പോ എന്ന് പറയണ്ട കാര്യം, ദൂതൻ നമുക്ക് കാവലുണ്ട്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. എപ്പോഴാ ദൂതൻ വിട്ടുപോകുന്നത്? ഞാൻ അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന കാലത്ത് 35 വയസ്സ്, 30 വയസ്സ്, 28, 29 വയസ്സൊക്കെ ഉള്ളപ്പം വണ്ടി വേഗം അങ്ങ് ഓടിക്കും. കുണ്ടിൽ മറിഞ്ഞിട്ടുണ്ട്, അത്ഭുതമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അഹങ്കാരം എന്ന് ചെറിയ പേരുണ്ട്. ഇത് കൊണ്ടിങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ ഈ വേഗം ഓടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അവിടുത്തെ സ്പീഡ് ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ 45 മൈൽസ് എന്ന് എഴുതിയേക്കുന്നിടത്ത് ഞാൻ 80 പോകുമ്പോൾ ദൂതൻ എത്ര മൈൽ പുറകിലാന്ന് ഓർത്തോണം. കണ്ട നീളച്ചിട്ട് ഞാൻ കുണ്ടിൽ മറിഞ്ഞിട്ടുണ്ട്. മറിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, കർത്താവ് നീ എന്നെ എവിടായിരുന്നു കർത്താവ് എവിടായിരുന്നു? കർത്താവ് പറഞ്ഞു, ഞാനും അവൻ ദൂതനോട് പറഞ്ഞിട്ടുണ്ട്, ഈ നിയമം വിട്ട് നീ ആരെയും സംരക്ഷിക്കാൻ നിനക്ക് അനുവാദമില്ല. അവൻ ഉണ്ടായിരുന്നു, പക്ഷേ ഏതാണ്ട് 10-35 മൈൽ പുറകിലായിരുന്നു. നീ ഇച്ചിരി പതിയെ പോകാം, നിനക്ക് അവൻ്റെ കൂടെ തന്നെ പോകാം. നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? നമ്മുടെ അപ്പച്ചന്മാർ എഴുതിയ പാട്ട് നല്ല പാട്ടാ. വേലി കെട്ടിയിട്ടുണ്ട് മാലാഖമാരൻ്റെ ആലയം കാവലുണ്ട്, ഒരു കേടും കൂടാതെ എന്നെ പാലിക്കുന്നാതെന്നെ ഓർത്താതി മോദമോ, ഒരു കേടും കൂടാതെ എന്നെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പാട്ടുകാരനല്ലെന്ന്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പാട്ട് പാടുമ്പോൾ ആത്മാവിൽ അന്യഭാഷയിൽ ഒത്തിരി പാടുന്നയാളാണ് ഞാൻ. കോൺഗ്രിഗേഷനിലായി പാടുമ്പോൾ, അല്ലാതെ പാടുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവിന് എൻ്റെ സ്വരം ഇഷ്ടമാണ്. ഇന്ന് രാത്രി അവൻ്റെ നിയമം പാലിക്കുന്ന അവരുടെ ദൂതന്മാരായിട്ടുള്ള ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവദൂതന് തുല്യനായ സഹോദര സഹോദരി, ദൈവദാസ, പാസ്റ്ററെ, ഫിന്നി, ജേക്കബേ, എൻ്റെ കർത്താവ് നിന്നോടും എന്നോടും പറയുക, നീ നിയമം പാലിച്ച് നിന്റെ വീട് കാക്കാനായിട്ട് നീ തന്നെ ഏൽപ്പിച്ചാലുണ്ടല്ലോ, എൻ്റെ ദൂതൻ നിന്റെ വീട് കാക്കും. എന്നാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ ദൈവത്തിന്, ഞാൻ പരദേശിയായി പാർക്കുന്ന എൻ്റെ വീട്ടിൽ നിന്റെ കൽപ്പനകൾ, നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാ. ആ പാട്ട് പാടുന്ന വീടെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണയുള്ള വീടാ. സ്തോത്രം. ആ പാട്ട് നമ്മൾ മ്യൂസിക് വെച്ച് പാടിക്കൊണ്ടിരുന്നാലോ വേറൊന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴും ആ ജീവിതം നമ്മൾ ജീവിക്കുകയും കർത്താവെ വരേണമേ എന്ന് പറയുകയും ചെയ്താൽ അവൻ വന്നിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി ഭയമുള്ള ചിലരോട് ആത്മാവിൽ ഞാൻ പറയുക, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, ഒരശുദ്ധ ശക്തിക്കും നിന്റെ വീട്ടിൽ അധികാരമില്ല. ഒരു സാത്താനും അവന്റെ ആളുകൾക്കും അധികാരമില്ല. ഒരു മന്ത്രവാദിക്കോ ഒരു ആഭിചാരകനോ നിന്നെയോ നിനക്കുള്ളതിനെയോ നശിപ്പിക്കാൻ പവർ ഇല്ല. വിശ്വസിക്കുന്നവർ കൈയടിച്ചൊന്ന് സ്തുതിച്ചേ. അവിശ്വാസത്തെ പുറത്തു കളയുക, ഭയത്തെ പുറത്താക്കുക. കർത്താവ് വലിയവൻ. നമുക്കറിയാം യോബിന്റെ ജീവിതം നമുക്കറിയാം. യോബ് നേരുള്ളവനായിരുന്നു, നീതിമാനായിരുന്നു, നല്ല സാക്ഷ്യം ലഭിച്ച ഒരു മനുഷ്യൻ, ദൈവം പറയുന്ന സാക്ഷിയുള്ളവൻ. പക്ഷേ സാത്താൻ ആകുന്ന പണിയൊക്കെ നോക്കി അവൻ്റെ പ്രാണനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. നീ ഇവൻ്റെ ഈ വേലി പൊളിച്ചാൽ അവൻ തള്ളിപ്പറയുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു അവൻ തള്ളിപ്പറയത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ഏത് സാഹചര്യത്തിലും ഇവൻ നേരെ നിൽക്കും എന്ന് പറയുമോ?
ഞാൻ എന്നെ ശോധന ചെയ്യണം. ഓരോരുത്തരും ശോധന ചെയ്താൽ നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. ഒരു കാരണത്താലും സാത്താന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഉറപ്പുള്ളവരായിരിക്കണം നമ്മൾ. മരണമോ ജീവനോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ എന്തുമാകട്ടെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പീഡനങ്ങളോ ജയിലറകളോ ഒന്നും എന്നെ വേർപിരിക്കത്തില്ല. ഞാൻ കണ്ടെത്തിയ വിശ്വാസം ഏക സത്യ ദൈവവും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിലും ഉള്ള എൻ്റെ വിശ്വാസം യഥാർത്ഥ സത്യമാകയാൽ ആ സത്യം എന്നെ സകല നീതിയിലും നടത്തി ദൈവസന്നിധിയിൽ എന്നെ കൊണ്ടെത്തിക്കും. നല്ല സ്തോത്രമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ എൻ്റെ വീട്ടിലിങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പിതാവായിരുന്നു എൻ്റെ പിതാവ്. ഭൂതങ്ങളെ പുറത്താക്കുന്ന പുള്ളിയുടെ പേര് റെഫർ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പൊടിമോനൊക്കെ അറിയാം. പൊടിമോൻ്റെ അച്ചായനൊക്കെ ഫാദറൊക്കെ ഞങ്ങളുടെ ആദ്യകാലത്തെ പൊടിമോനെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ഷമേൽ ചായൻ ഏത് ആരാധനയിലും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അതിപ്പോൾ പൊടിമോനും അത് കിട്ടി. അങ്ങനെ ചേട്ടനുണ്ടായിരുന്നു ബേബി, നാം പുള്ളിയുടെ വില മറ്റെന്തോ മാത്യു സാമുവൽ, അങ്ങേരും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങേരും അതുപോലെ ഞങ്ങളെല്ലാം ചെറുപ്പകാലങ്ങളിൽ ഒന്നിച്ചൊത്തിരി ആരാധിച്ച് 10-11 വയസ്സുള്ള അന്യഭാഷ കൃപാവരങ്ങളൊക്കെ ജ്വലിച്ചു നിന്ന കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഓർക്കും. എൻ്റെ പിതാവിനെ അറിയാമെന്ന് പറയാം, മാത്തിച്ചാനൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളൊരു കാര്യം പറയാം. നമ്മളേത് മരുഭൂമിയിൽ കിടന്നാലും ഒരു ദൈവ പൈതലിന് ദൂതൻ കാവലുണ്ട്. ഈ ദൂതനെ ഒക്കെ കാവൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പിശാച് വാദിക്കുന്ന ഒരു രംഗമുണ്ട്. ഇവൻ്റെ വേലി ഒന്ന് പൊളിക്കാൻ ഹെഡ്ജസ് അതിന് കൽപ്പിച്ചിട്ടുണ്ട് സാത്താൻ നമ്മുടെ വീട്ടിലോട്ട് വരുന്നതിന്. പക്ഷെ നമ്മളൊരു വഴി തുറന്നു കൊടുത്താൽ, നമ്മളൊരു വാതിൽ തുറന്നു കൊടുത്താൽ, നമ്മുടെ ഭിത്തിയിൽ അവന് ഒരു ഇമേജ് ഇടാൻ അനുവദിച്ചാൽ, പണ്ട് ഒരു നിങ്ങൾക്ക് പ്രായമുള്ളവർക്കറിയാം, ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ പറഞ്ഞില്ലെന്ന് പറയും. ഞാൻ പ്രായമുള്ളവരുടെ കൂടെ കീഴിൽ വളർന്നു വന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ. ഒരു വീട് വിറ്റപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഐ ഹാവ് ഓൺലി വൺ ഡിമാൻഡ്, ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, എനിക്ക് ആ വീട്ടിൻ്റെ പൂമുഖത്ത് ഒരാണി അടിക്കാനുള്ള റൈറ്റ് തരണം. എന്നിപ്പോൾ പറഞ്ഞത് തന്നെ പലർക്കും അറിയാം. അങ്ങനെ ആദ്യം പറഞ്ഞു അതിന് ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എന്തോ വേണേ, അല്ല എനിക്കൊരാണിയുടെ സ്പേസ് മതി. പക്ഷേ ഈ ആണിയുടെ സ്പേസ് കിട്ടിയത് കൊണ്ടായ ദോഷം എന്താണെന്ന് വെച്ചാൽ അയാളൊരു പാമ്പിനെ തല്ലിക്കൊന്നത് തൂക്കിയിട്ടെന്നാ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ സത്യമാണെന്ന്. പിശാചിന് ഇടം കൊടുക്കാവോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പലപ്പോഴും പുള്ളിക്ക് ഇടവാ. കണ്ടോ, ആമേൻ പറയാത്ത കണ്ടോ? ഞാനും ചെയ്തിട്ടുണ്ട് ആ തെറ്റ്. എൻ്റെ വായിൽ നിന്നും അശ്ലീലമൊന്നുമല്ല, അവിശ്വാസമാകാം, ചേരാത്തതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം സാത്താൻ ഒരു വഴി വെച്ചു കൊടുത്തിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പറയും, നിൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. നീ ഇന്ന് രാവിലെ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? നിന്റെ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. യു ആർ എ മർഡറർ, ഹൗ ക്യാൻ യു പ്രേ? ഇത്ര ലളിതമാണോ എന്ന് ചിന്തിക്കരുത്. ദൈവം എന്നെ ഇവിടെ അയച്ചത് അനേക രാജ്യങ്ങൾ അയക്കുന്നത് ഞാനും നിങ്ങളും അവരും ഒന്നിച്ച് കാഹളം ധ്വനിക്കുമ്പോൾ, ഇവിടുന്ന് പറന്നുയരുമ്പോൾ ഈ സ്വഭാവങ്ങൾ എല്ലാം മാറ്റി ഒരു ദൈവ പൈതൽ അവനെ പോലെ ആകുവാൻ. അപ്പോ ഞാൻ മടങ്ങി വരിക. കർത്താവ് പറഞ്ഞ ഞാൻ പൊളിക്കാൻ അനുവദിക്കാം, പക്ഷെ അവൻ്റെ പ്രാണനെ തൊടരുത്. പൊളിക്കാൻ അനുവദിച്ചാൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു വിശുദ്ധൻ ആശ്രയം കർത്താവിൽ തന്നെ. അവൻ ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴും, തലമുറ നഷ്ടപ്പെടുമ്പോഴും വേദന അവനുണ്ടായി കാണും. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളപ്പോൾ എനിക്കുണ്ടായ വേദന എനിക്കറിയാം. അവൻ പറഞ്ഞു, ദൈവം തന്നു, അവിടുത്തെ നാമം. ഇന്ന് ആരോ ദുഃഖത്തിൻ്റെ നടുവിലിരിക്കുന്ന ആരോടോ എൻ്റെ കർത്താവ് പറഞ്ഞു, തന്നവനാ, അവൻ എടുത്തെങ്കിൽ നിനക്കൊരു പകരക്കാരനെ തരാൻ എൻ്റെ ദൈവം മതിയായതാ. എന്തോ നഷ്ടപ്പെട്ടത്, സ്വന്തം തലമുറയെ നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുക, നഷ്ടപ്പെട്ടതിന് പകരം തരാൻ ദൈവം തയ്യാറാണ്. ഏബിൾ ഹാബേൽ പോയാൽ അവന് പകരക്കാരനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മാനവജാതി മൊത്തം നഷ്ടപ്പെട്ടപ്പോൾ അവന് പകരക്കാരനായി വന്നതാ നമ്മുടെ കർത്താവ്. മനസ്സിലായൊരു സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവ് എനിക്കും നിനക്കും പകരക്കാരനായി വന്നതാ.
അവൻ ആ ക്രൂശിൽ കിടന്ന് തല്ലുകൊണ്ടത് എനിക്കും നിനക്കും വേണ്ടിയാണ്. അവന്റെ രോമം പിഴുമ്പോൾ അത് നിനക്കും എനിക്കും വേണ്ടിയാ. അവന്റെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും പുറത്തു വരുന്ന ആ ലാസ്റ്റ് മോമെന്റ് വരെ അത് എനിക്കും നിനക്ക് വേണ്ടിയാ. ആരെങ്കിലും വിശ്വസിച്ചാൽ, ആര് വിശ്വസിച്ചാലും അവന് ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യജീവന്റെ അവകാശിയാകും. ഇന്ന് ഇതുവരെ യേശുവിനെ ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ, പാപം ഇന്നും ജീവിതത്തിൽ അള്ളിപ്പറ്റി കിടക്കുന്നെങ്കിൽ ഒരു വഴിയുണ്ട്. പിശാചിനെ പുറത്താക്കാൻ പോ എന്ന് പറഞ്ഞല്ല, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ പാപം ചെയ്യുന്നവൻ്റെ പേരിൽ എനിക്കുള്ളത് യേശുവിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് വരുവാൻ ഇന്ന് രാത്രിയിലെ ഈ കൺവെൻഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കും. അപ്പോൾ പിശാച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അകത്ത് വന്നാൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന്, പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ അശുദ്ധ ആത്മാക്കളുണ്ട്. അശുദ്ധാത്മ, അൺക്ലീൻ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഞാനും മെൻ്റൽ ഹെൽത്തിൽ കുറേ കാലം ജോലി ചെയ്തിരുന്ന ആളാണ്. മെൻ്റൽ ഹെൽത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ നേഴ്സസിന് അറിയാം, ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളല്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകും. സൈക്യാട്രിയോ സൈക്കോളജിയോ ഒക്കെ പഠിച്ചിട്ടുള്ളൊരു വലിയൊരു ഉണ്ടെങ്കിൽ, ചില ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിലോ വീടുകളിലോ ഒക്കെ ഉള്ളവർ അവർ പല്ല് തേക്കത്തില്ല. ഹലോ, അവരെ എന്തോ ചെയ്താലും അവരെന്ത് ചെയ്യത്തില്ല. അത് കുറച്ച് നാളിങ്ങനെ, ഒരു ദിവസം പല്ല് തേക്കാതിരുന്ന കാര്യമല്ലേ പറയുന്നത്, അത് തുടർച്ചയായി ഇങ്ങനെ കൊണ്ടുപോവുക, അതൊരു ഹാബിറ്റായി മാറുക. സ്തോത്രം. വേറെ ചിലർ അവരുടെ വസ്ത്രം ക്ലീൻ ചെയ്യത്തില്ല, ക്ലീനായ വസ്ത്രം ഇട്ടുകൊണ്ട്. ഹലോ, നിങ്ങൾ വിചാരിക്കുക ഇത് എന്നെ പ്രസംഗമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ ശരീരവും മൈൻഡും ക്ലിയറായ പോരാ, ആത്മാവും കൂടെ ക്ലിയർ ആയെങ്കിലേ കർത്താവിൻ്റെ അവർ എടുക്കപ്പെടുത്തുന്ന തെസ്സലോനിക്കയിൽ തിരിച്ചേക്കും. അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. നിങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യാത്ത കാര്യങ്ങളിൽ ഈ അൺക്ലീൻനെസ് തുടർന്ന് കഴിയും. കുറച്ച് കഴിയുമ്പോൾ, ഞാൻ ഈ യൂണിറ്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആ മനുഷ്യർ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ബാഡ് സ്മെല്ലാണ്. അവർക്ക് മാത്രം. അതിന് നല്ല ഉദാഹരണം കേരളത്തുകാരായിട്ട് പറയുക, ഈ മഴക്കാലത്ത് തുണി അയലിട്ടേച്ച് അത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ മടക്കി വൃത്തിയായിട്ട് നമ്മുടെ സോഫയിൽ എവിടെയെങ്കിലും വെച്ചേച്ച് അത് എടുത്തിട്ടുകൊണ്ട് നടക്കും. എല്ലാവരും ഇവിടെ ഇത് എന്തൊരു നാശമാണ്, ഇവന് ഇട്ടുകൊണ്ട് നടക്കുന്ന നാറുന്നല്ലോ, പുള്ളിക്കിട്ട് നാറ്റും. ഞാൻ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു, ഇവരെല്ലാം കൂടെ നമ്മളെ ഒന്നും പറയാനൊക്കത്തില്ല. ഞങ്ങൾ ആണുങ്ങൾ എങ്ങനെയും രക്ഷ ഒരു നിൽക്കാൻ കരുതൊക്കെ പിടിച്ചു, ഇവരുടെയൊക്കെ രക്ഷയില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ശുദ്ധി ചെയ്താൽ നമ്മൾ ശുദ്ധിയുള്ളവരാകും. എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. ഞാൻ പറയുന്ന വാക്കുകൾ മതി. കർത്താവ് പറഞ്ഞു, നിനക്ക് അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധി വരും. എങ്ങനെ? ഈ വാക്ക് കൈക്കൊണ്ട് കഴിയുമ്പോൾ നിന്നിലുള്ള ശുദ്ധി വെളിപ്പെടാൻ തുടങ്ങും. സ്തോത്രം, 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 സ്തോത്രം. അൺക്ലീൻ സ്പിരിറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ പ്രത്യേകിച്ച് എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ഈ സഹോദരന് പേര് ഇനി ഇങ്ങനെ പറയാൻ ഇഷ്ടമില്ല, പറഞ്ഞു പോകുന്ന. ഞാൻ അമേരിക്കയിൽ നിന്ന് ജോലിയൊക്കെ, പപ്പ മരിച്ച് ജോലി രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് അവിടെ വരുന്ന സമയത്ത് എവിടെ പോയാലും കട്ടൻ കാപ്പിയും കോഴിമുട്ടയും കിട്ടും. ഒരു ദിവസം 12 മുട്ട വരെ കിട്ടിയ ദിവസമുണ്ട്. നിങ്ങളൊക്കെ വലിയ ആളുകളായിട്ട് നിങ്ങൾക്ക് വേറെ കേക്കും പിസ്സായും ഒക്കെ കൊടുക്കാൻ കണ്ടു കാണും. ഞങ്ങളൊക്കെ പാവപ്പെട്ടവരായിരുന്നുകൊണ്ട് ഇതൊക്കെ തിന്ന് ജീവിച്ച്. അപ്പോൾ ഞാനില്ല, അമേരിക്കയിലൊക്കെ വന്നിച്ച് ഈ മുട്ട തന്നെ വരുന്ന കുഴപ്പം അറിയാമെന്ന് അമ്മച്ചി വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവദാസെന്ന് വിളിക്കുമ്പോൾ അന്ന് നമുക്കിതൊന്നും അറിയത്തില്ല. അയ്യോ, ദേവദാസിനെ തിന്നേ പറ്റുള്ളൂ, ഞങ്ങൾക്കിതേ ഉള്ളു തരാൻ, മോനെ എന്നൊക്കെ വിളിക്കുന്നവരുമുണ്ട്. അവർ മോൻ തിന്നേ പോകാനൊക്കെ ഉള്ളു. അപ്പോൾ എത്ര കട്ടൻ കാപ്പി, എത്ര ചായ എന്നുള്ളതൊന്നും വീട്ടിൽ ഉച്ചയ്ക്ക് വരുന്നോണ്ടേ ഞാൻ സൗമ്യനോടും അമ്മയോടും പറയും, എനിക്കിന്നൊന്നും വേണ്ടെന്ന്. അവർക്കപ്പോൾ അറിയാം ഇന്ന് കോളായിരുന്നു എല്ലായിടത്തും. ഞാനൊരിക്കലൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, അന്ന് വലിയ എൻ്റെ വീട് ഉൾപ്പെടെ വലിയ ഗമയുള്ള കസേരയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാനൊരു വീട്ടിൽ ആകെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇരുട്ടാണ്, അല്ലാതെ ഇങ്ങനെ ഈ ലൈറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ക്ലോക്കൂടെ നോക്കിക്കോട്ടെ. ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ അവിടോട്ടിരിക്കാൻ ഇരുന്നൊരു അടക്കോഴിയുടെ മണ്ടയ്ക്ക. ഈ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ചിരിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് എന്നോട് കോപം വരും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കാര്യം പറയുക, നമ്മുടെ വീട് വിശുദ്ധമായിരിക്കണം. പുളിപ്പുള്ളത് ഒന്നും അവിടെ കാണല്ലേ.
ഒരു മാലിന്യം അവിടെ കാണല്ലേ. നീ ഒരു വിളക്കെടുത്ത് ഹല്ലേലൂയ അതെല്ലാം ഒന്ന് പരിശോധിച്ച്. അങ്ങനായിരുന്നു പണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാ, ദൈവം വിശുദ്ധനാ. ദൈവം വസിക്കുന്ന ശരീരം ശുദ്ധിയുള്ള ശരീരമാ. യേശു വസിക്കുന്ന വീട് സന്തോഷമുള്ളതാ, സമാധാനമുള്ളതാ, വൃത്തിയുള്ളതാ, ശുദ്ധിയുള്ളതാ. ഉടുപ്പ് പഴയതായാലും സാരമില്ല. പിന്നെ മറ്റേ ഭാഗം കൂടെ പറയണം. ഞാനിത് പറയുമ്പോൾ എനിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാനസിക രോഗി എന്ന് വിളിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എന്തിനാ പാസ്റ്ററായിട്ട് ഇങ്ങനെ ഭൂതവർക്കുമൊക്കെ പണിയായിട്ട് നിൽക്കുന്ന സമയം ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരെ വരണം. അവൻ്റെ പേര് വേണു എന്നാ. വേണു ഒരു ലൈഫ് ബോയ് സോപ്പ് മുഴുവനും തേച്ച രാവിലെ കുളിക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ കള്ളം പറയാം, ഒരു ലൈഫ് ബോയ് സോപ്പ് തേച്ച് കുളിക്കുക പറഞ്ഞാൽ എന്തോ ഇടപാടായത്. എന്നോട് പറഞ്ഞു, പാസ്റ്റ് ഒരു ദിവസം അവിടെ വരണം, അവൻ രാവിലെ ഇന്ന സമയത്താണ് കുളി തുടങ്ങുന്നത്. ഞാൻ അവിടെ ചെന്നു. അവിടെ കുറച്ചൊക്കെ നേരെ വേണുവിൻ്റെ എനിക്കോട്ട് പോകാൻ ഒക്കില്ലല്ലോ. നിങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവർ ചൂടായി നമുക്ക് കാശ് തരും. അപ്പോൾ അവരെ നമ്മൾ അതിൻ്റെ പരിരൂപത്തിൽ യു ഗുഡ്, ഐ എം ഗുഡ്, യു ഓക്കെ, ഐ എം ഗുഡ്, യു ഡു റൈറ്റ് മാൻ, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞ് വേണം പാൻ, അല്ലെങ്കിൽ അവർ നമുക്കൊരു നല്ല തല്ല് തരും. അപ്പോൾ ഞാനിതെല്ലാം പഠിച്ച പുള്ളിയാണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒന്ന് കാണുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു അവൻ കുളി തീർന്നില്ല. ഞാൻ വിചാരിച്ചു അതായത് ഇവൻ കുളിച്ചോണ്ട് ഒരു തോർത്തൊക്കെ എടുത്തുകൊണ്ട് ഇവൻ കുളത്തും കര നിന്ന് വെള്ളം കോരി ഒഴിക്കുക, സോപ്പ് തേക്കുക. ഞാൻ പറഞ്ഞു, വേണു എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല അച്ഛാ, എനിക്കൊന്ന് കുളിക്കണം അച്ഛാ, ഇപ്പോഴേ വരല്ലേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 1 മണിക്കൂറായി മോനെ ഞാൻ വന്നിട്ട്, ഇതൊന്നും നിർത്താം. ഇല്ലില്ല, വൃത്തിയായിട്ടില്ലെന്ന് പറഞ്ഞു. അമിത വൃത്തി ആരെങ്കിലും കണ്ടാൽ പേടിച്ചോണം. വലോ വൃത്തിയായി പോയാൽ അതൊരു പ്രോബ്ലം. പിന്നെ പ്രാർത്ഥിക്കേണ്ടിയൊക്കെ വരും. ആർക്കും കർത്താവിനേക്കാൾ വൃത്തിയാകാനൊക്കെ ഇല്ല. അവൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു. ദാറ്റ്സ് വാട്ട് വി കോൾ എ നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. നല്ല സ്തോത്രം പറയണേ. ദൈവം എന്നെ ഇവിടെ അയച്ചത് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ വൃത്തിയാകണം, നിങ്ങൾ വൃത്തിയാകണം. അതിനൊരു ലിമിറ്റ് വെച്ചേക്കല്ല. അത് നോർമൽ നിന്ന് ചെയ്താൽ സാത്താൻ വെളിയിൽ നിൽക്കത്തേ ഉള്ളൂ. സാത്താൻ ഒന്നേ നമ്മെ തെള്ളും, അല്ലേ നമ്മളെ ഉന്തും. താഴോട്ടോ മുമ്പോട്ടോ വീഴാൻ അവൻ ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി സാത്താൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭവനങ്ങൾ വൃത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം വൃത്തിയാകണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് ഈ തരത്തിലുള്ള ഈ സ്വഭാവം അൺക്ലീൻ. വേറെ ഒരു കൂട്ടരെന്ന് പറയുന്നത് അതെന്തോന്നില്ല, ഈ ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റിനെ വിളിക്കുന്നത് എൻറ്റൈസിങ് സ്പിരിറ്റ്. ഈ സ്പിരിറ്റുള്ള ആളുകൾ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിനെ എങ്ങനെയെങ്കിലും ആകർഷിക്കാൻ ശ്രമിക്കും. ഈ സ്വഭാവമുള്ളവർ ചില വസ്തുവിനോട് അവർ നമ്മുടെ നാട്ടിൽ പറയും, അവൻ്റെ കണ്ണ് വെച്ചോ മോനെ അത് പോക്കാന്ന്. അതെങ്ങനെയാണെന്ന് ഞാൻ ശാസ്ത്രീയമായി പിടിച്ചിട്ട് ഇതുവരെയും പിടികിട്ടിട്ടില്ല. പക്ഷെ സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു പശു ഉണ്ടായിരുന്നു, അകിട് നിറയെ പാല്, കറക്കാൻ ചെന്നപ്പോൾ രക്തമാണ് വരുന്നേ. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, ലവൻ ഇവിടെ വന്നോടാ മോനെ. വന്നു. എന്നാൽ ഇതാ കാര്യമെന്ന് പറഞ്ഞു. അവൻ കണ്ടാൽ അല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ല. കണ്ണിലും പിശാചിന് വ്യാപാര ശക്തിയുണ്ട്. ത്വക്കയിൽ പിശാചിന് വ്യാപാര ശക്തിയുണ്ട്. സ്പർശനം പോലെ ഏറ്റവും കഠിനമായ, ഇവൻ ഏറ്റവും ക്രൂരമായി അട്രാക്റ്റ് ചെയ്യുന്ന വസ്തുത സ്മെല്ലാണ്. കോസ്മെറ്റോളജി. ഞാനും ഈ ആരാധനാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കൊളോൺ ഒരു ശകലം പരട്ടിട്ടൊക്കെ വന്ന്. ആരും ഞാൻ മുമ്പേ പറഞ്ഞ പാർട്ടി ആ രോഗിയാണെന്നാരും പറയല്ലേ, കാര്യം നടന്നു പോകുമ്പോൾ നാറുന്ന സൈസാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി അതൊക്കെ നോർമലായ കാര്യമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, വേറെ ഒരാളെ ആകർഷിക്കാൻ വസ്ത്രം കൊണ്ടോ മറ്റൊരു കാര്യം കൊണ്ടും ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. നമ്മൾ കർത്താവിന് പ്രസാദമുള്ളതേ ചെയ്യാം. മനസ്സിലാകുന്നവരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞ് എനിക്ക് ഒരു ഉണർവ് വരട്ടെന്ന്. സാത്താൻ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് അവൻ്റെ ലാസ്റ്റ് ഡേറ്റാ നമ്മളുമായിട്ട്. ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ബി ഔട്ട്. അശുദ്ധാത്മ പ്രവർത്തനവും വിടുതലും. മൂന്നാമത്തേത് അതിനെ വിളിക്കുന്നത് മന്ത്രവാദം, ആഭിചാരം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിനാണ് പറയുന്നത് ഈവിൾ സ്പിരിറ്റ്. അശുദ്ധാത്മ പ്രവർത്തനവും വിടുതലും. ഈവിൾ സ്പിരിറ്റിൻ്റെ എനിക്കിട്ട് മന്ത്രവാദമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പലയിടത്തുനിന്ന് ഞാൻ കുഴിച്ചെടുക്കാൻ പോകുന്നതല്ല, ഞങ്ങളുടെ ആ ഏരിയയിൽ ഇപ്പോൾ അറിയാം. ഞാൻ പേരൊന്നും പറയാനൊക്കത്തില്ല, ആരാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് നമ്മളിത് കാണുന്നതുകൊണ്ട് രസമാണ്. ചിലർക്ക് പേടിയാണ്.
കറയുള്ള വൃക്ഷങ്ങളുടെ ചോട്ടിൽ ഇങ്ങനെ തകിടയിലൊക്കെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇത് വല്ലാത്ത വേദമാണ്, ഭയങ്കര ഇതൊന്നും തൊടലേ അച്ചായെന്ന്. ഞാൻ പറഞ്ഞു, ഇതിനെ നമുക്കിട്ട് ഒരു കാര്യവും എനിക്ക് കാണുന്നില്ല. എൻ്റെ അതിരിൻ്റെ അവിടെ പിന്നെ ഞങ്ങളൊരു മതിൽ കെട്ടാൻ ചെന്നപ്പം എൻ്റെ അതിരുകല്ലിനോട് ചേർന്ന് ഒരു കുപ്പിക്കകത്ത് മുട്ട, തലമുടി, നഖം. ഞാൻ പറഞ്ഞു, എന്താ ഇത് ഡിറ്റീറിയേറ്റ് ചെയ്തില്ല, അപ്പോൾ അടുത്ത കാലത്ത് വല്ലവരും അതെടുത്താൽ കളഞ്ഞാൽ മതി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ പറഞ്ഞു, അതിനെ മറികടക്കല്ലേ എന്ന്. ഞാൻ ഇത്രയും കാലം അതിലല്ലേ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നേ. എന്നിട്ട് എന്നാ പറ്റി? ദൈവമക്കളോട് പറയുക, സാത്താൻ ഒരു ശക്തിയുമുള്ളവനല്ല. സാത്താൻ ശക്തിയുള്ളത് അവൻ്റെ ആളുകളുമായുള്ള ബന്ധത്തിൽ, നമ്മൾ ദൈവത്വവുമായുള്ള ബന്ധത്തിൽ അകന്നു പോകുമ്പോൾ അവൻ്റെ പവർ ഇങ്ങോട്ട് എടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ പവർ സാത്താനില്ല. സാത്താന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ധൈര്യമായി പറയുക. യേശുവിൻ്റെ രക്തത്തിന് കഴിയാത്തത്, അവിടുത്തെ വചനത്തിന് കഴിയാത്തത്, അവിടുത്തെ നാമത്തിന് കഴിയാത്തത് ഒരു മന്ത്രവാദിക്കും കഴിയുകയില്ല, ഒരു ആഭിചാരകനും കഴിയുകയില്ല, ഒരു കൂടോത്രക്കാരനും കഴിയുകയില്ല. ഇന്ന് രാത്രി അങ്ങനെ ഭയമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മോചിപ്പിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമം, അവിടുത്തെ രക്തം നമുക്ക് മതിയായതാണ്. ആ കൈ അടിച്ചൊന്ന് സ്തുതിച്ചേ. ഏത് വലിയ മന്ത്രവാദവും തകർക്കുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. അശുദ്ധാത്മാവിന്റെ വ്യാപാരത്തെ, ഭീതിയുടെ വ്യാപാരത്തെ ഈ രാത്രി ഞാൻ പുറത്താക്കുകയാണ്. അക്കാര്യങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ച അത്ഭുതകരമായ ദൈവിക വിടുതൽ അനുഭവിച്ച് അടുത്ത മേഖല ഇവന്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് ഒബ്സഷൻ. ചിലർക്ക് ആ ദിവസം കാർമേഘം കണ്ടാൽ മതി, മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങുന്നു, ഹ്യൂമിഡിറ്റി ഇച്ചിരി കൂടുതല, വാട്ട് ദേ കോൾ മൂഡ് ഓഫ്. ഹലോ, നമുക്കൊരു മൂടേ ഉള്ളൂ, ഒറ്റ മൂടേ ഉള്ളൂ. ആ മൂട് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഏത് വലിയ പ്രതിസന്ധിയിലും എനിക്ക് സന്തോഷത്തോടെ, അവർ പാട്ട് പാടും, പ്രതികൂലങ്ങൾ വന്നാലും എനിക്ക് അവൻ അനുകൂലം. കർത്താവ് കൂടുണ്ടെങ്കിൽ സാത്താൻ എന്ത് ചെയ്യാൻ ഒക്കും? ഒന്നും ചെയ്യാൻ ഒക്കില്ല. അപ്പൊ ഈ 3 കാറ്റഗറിയിലും സാത്താൻ മനുഷ്യനെ സ്വാധീനിക്കുന്നു, മനുഷ്യ മൈൻഡിൽ കയറുന്നു. അതുകൊണ്ട് ഭീതി നിമിത്തം, ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ അകത്തെ കുറ്റം പറയാൻ പാടില്ല, എന്നാൽ പല രീതിയിൽ പറഞ്ഞ് മനുഷ്യൻ ഭയപ്പെട്ട് ജീവിക്കുന്നു. യേശു ആരെയും ഭയപ്പെടുത്തിയില്ല. യേശു സ്നേഹിച്ചതേ ഉള്ളൂ. യേശു ബലം പകർന്നതേ ഉള്ളൂ, ധൈര്യം പകർന്നതേ ഉള്ളൂ. യേശു മരിക്കുന്ന കാര്യമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, നിത്യജീവനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തകരുന്ന കാര്യമല്ല കർത്താവ് പറയുന്നത്, ഉടയ്ക്കുന്ന കാര്യമല്ല പറഞ്ഞത്, മെനയുന്ന കാര്യമാണ് പറഞ്ഞത്, ഒന്നാക്കുന്ന കാര്യമാണ് യേശു പറഞ്ഞത്. രണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല കർത്താവിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പൊ ഈ കാറ്റഗറിയിൽ ഒന്നാമത് ഒബ്സഷൻ, രണ്ടാമത് അഫ്ലിക്ഷൻ, നീണ്ടു നിൽക്കുന്ന രോഗശക്തികൾ. അത് ത്വക്ക് മുതൽ ആന്തരിക അവയവങ്ങളിൽ വരെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ. മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ വയ്യാതിരിക്കുമ്പോൾ, ഇപ്പം ഞാൻ നീണ്ടു നിൽക്കുന്ന രോഗം ഉണ്ടെന്നപ്പോൾ ഇവിടെ അവരത് സംശയിക്കില്ലെന്ന്. ചിലപ്പോൾ എൻ്റെ ഇന്നടുത്തൊരു ചൊറിച്ചിലുണ്ട്, കുറച്ച് നാളായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ന് കണ്ണാടിയിൽ പോയി അവിടെ ഇപ്പോഴും ചൊറിച്ചിലുണ്ടോന്ന് നോക്കിയൊന്നും വേണ്ട. നമുക്കറിയാം ഇതിൻ്റെ അസ്വസ്ഥതയാണെങ്കിൽ ദൈവമക്കൾക്ക് തിരിച്ചറിയാം. അങ്ങനെയുള്ള പിശാചുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ മേൽ വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വചനം ഈ സാഹചര്യത്തോട് പറയാൻ നോക്കണം. ഞാൻ അമേരിക്കയിൽ പഠിക്കാൻ പോകുമ്പോൾ, യൗവനക്കാരനായിട്ട് പഠിക്കാൻ പോകുമ്പോൾ, എൻ്റെ കണ്ണുകളിൽ ഒന്ന് ചെറുതാണ്, വളരെ സൂക്ഷിച്ചെങ്കിലേ അറിയത്തുള്ളൂ. ജനിച്ചത് അങ്ങനെ ചെറിയ കണ്ണുകൊണ്ടല്ല. എൻ്റെ അമ്മാച്ചൻ്റെ മകൻ, ഞങ്ങൾ അന്ന് കാലത്ത് ഈ കോഴിയെ ഞങ്ങളെല്ലാം കൂടെ അവിടെ ചെല്ലുമ്പോൾ വല്യമ്മച്ച് പറയടാ ഒരു കോഴിയെ പിടിച്ചോണ്ട് പോവാ, പിള്ളേരെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും എല്ലിൻ്റെ കഷ്ണമൊക്കെ ഇച്ചിരിച്ച് കിട്ടുള്ളതിലും കോഴിയെ തിന്നണമെന്നൊരു സന്തോഷം. ഇപ്പം അതിനൊന്നും അല്ല, ഇപ്പം ഇത്രയും നീളമുള്ളതൊക്കെ കോഴിയുടെ കാല്. അപ്പോൾ അന്ന് ഞങ്ങൾ കോഴിയെ പിടിക്കാൻ പോകുമ്പം എൻ്റെ പ്രായമുള്ള എൻ്റെ അമ്മാച്ചൻ്റെ മോൻ എറിഞ്ഞതാണ് കോഴിയെ. പക്ഷേ എൻ്റെ പൊക്കത്തിനനുസരിച്ച് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ കൊണ്ടേ, ദൈവാധീനത്തിന് കണ്ണിനകത്ത് കൊണ്ടില്ല. അപ്പോൾ ഈ കണ്ണ് ചെറുതാണ്. അമേരിക്ക ചെന്നപ്പോൾ ഈ സായിപ്പ്മാരെ എല്ലാവരെയും കണ്ട്, ഒന്നാമത് ഈ തൊക്ക് കണ്ടത് നമുക്കൊരു വിഷമം. ഇവന്മാരെല്ലാം ഇങ്ങനെ, ഞാൻ അവരോട് പറയും, യു ആർ നോട്ട് വൈറ്റ്, യു ആർ നോട്ട് വൈറ്റ്, ദിസ് ഈസ് ദ വൈറ്റ് കളർ. മറ്റേത് വൈറ്റ് അല്ലെന്ന് പറയും. അവർക്ക് ദേഷ്യം വരും, സാരമില്ല. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ഇതെന്നെ ബാധിച്ചു.
ഞാൻ ഇവന്മാരെല്ലാം വലിയ സുന്ദരക്കുട്ടന്മാരെന്നുള്ള സങ്കല്പം നമുക്ക്, അവന്മാരൊന്നും സുന്ദരന്മാരൊന്നും അല്ല, നമ്മളാ സുന്ദരന്മാർ. ഞാൻ എന്നും എൻ്റെ കണ്ണാടിയിൽ നോക്കും, ഈ കണ്ണിനെ വല്ലവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന്. നിങ്ങളെ ഞാനൊരു കൺവെൻഷൻ പ്രസംഗത്തിൽ കൊണ്ടുവന്നിരിക്കുക. ഇന്ന് രാത്രി നമുക്ക് വിടുതൽ ഉണ്ടാകണം. നമ്മൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മൾ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപപ്പെടുന്നെങ്കിൽ നിന്റെ കണ്ണൊരു പ്രശ്നമല്ല ഫിന്നി ജേക്കബേ. അതിനപ്പുറത്തായിട്ട് നിന്നിൽ വ്യാപരിക്കുന്ന ഒരാത്മവ്യാപാരമുണ്ട്. അത് ഭൂതങ്ങളെ പുറത്താക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പാപികളെ മാനസാന്തരത്തിലേക്ക് നടക്കുന്ന, ദൈവ തേജസ്സോട് അനുരൂപമായ തേജസ്സുള്ള മുഖത്ത് കാണുന്ന, പ്രതിബിംബിക്കുന്ന ദൈവത്തിന്റെ തേജസ്സുള്ളവനാ നീ. തൊക്കിന്റെ കളറല്ല, കർത്താവിന്റെ ശരിയായ പ്രസൻസ് ആണ് എന്റെ നിറം മാറ്റുന്നത്. മനസ്സിലായവരായി സ്തോത്രം പറഞ്ഞേ, ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞേ, നല്ല സ്തോത്രം പറഞ്ഞേ. അവനവനെ കണ്ടിട്ട് അവരവരെ കണ്ടാ കൊള്ളത്തില്ലെന്നും എനിക്ക് കഴിവില്ലെന്നും സ്വയം തള്ളിപ്പറയുന്നവരോട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഇങ്ങനെ താഴ്ത്തിക്കളയുന്ന, നിരാശപ്പെടുത്തുന്ന, ദുഃഖിതരാക്കുന്ന, നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പ് കൊണ്ടോ നിങ്ങളുടെ ശരീരത്തിന്റെ നിറം കൊണ്ടോ സാത്താൻ നിന്നെ സ്വാധീനിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് ആ പ്രവൃത്തിയെ ഇന്ന് അവൻ പുറത്താക്കി തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ 3 നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇനി സാത്താന് യാതൊരു കാര്യവുമില്ല. ആരെങ്കിലും സാത്താന് ഇടം കൊടുത്തിട്ട് സന്തോഷിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെ മാറ്റാൻ നോക്കും? ആരെങ്കിലും എൻ്റെ ഒരിക്കൽ വരാനിച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഇന്ന് ദുഃഖിതർക്ക് ആശ്വാസം പകരുന്ന ഒരു നാമമേ ഉള്ളൂ, ഒരു പുസ്തകമേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വഴിയേ ഉള്ളൂ. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. മുന്നിലും പുറകിലും ഒക്കെ ഇരിക്കുന്ന ചിലരുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങളുടെ ഹൃദയത്തിലൂടെ പോകുന്ന ചില ഭാരങ്ങളുടെ മറുപടികളായി കേട്ടോണ്ടിരിക്കുന്നത്. കേട്ടിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ പറഞ്ഞ കർത്താവേ നിന്നെ പോലെയാകുക എൻ്റെ ലക്ഷ്യം, വേറെ ഒന്നും എനിക്കാകണ്ട. ഇന്ന് രാവിലെ ഞാൻ പറയുമ്പോൾ എന്നിലുള്ള കഴിവുകളെ തന്നവനെ അതിനെ നിനക്ക് ഞാൻ തരികയാ. എന്നിലുള്ള വിദ്യാഭ്യാസം നിനക്ക് തരികയാ. എല്ലാം നിന്നെ ഏൽപ്പിക്കുക. പിന്നെ പിശാച് ഇതിൻ്റെ ഇടയിൽ കയറി പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അത് നമ്മുടെ ബിസിനസ് ആയാലും സാത്താൻ ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് കർത്താവിൻ്റെതായി കൊടുത്താൽ വലിയ വിടുതലുകൾ ഞാൻ കാണുന്നുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ പ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്നുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. മനുഷ്യരിൽ സമാധാനം ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ. ഞാനൊരു കൊച്ചു പയ്യനായിരിക്കുമ്പോൾ ഒരു 9ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അന്നു മുതൽ എൻ്റെ പിതാവിനോട് ഞങ്ങളുടെ ഉള്ള കൊച്ചു പാവപ്പെട്ടവരോടൊക്കെ കൂടി നടന്ന് സുവിശേഷം പറയും. മെഗഫോൺ വെച്ച് ഞാൻ പാർക്കുന്ന വയലിൻ്റെ നടുക്ക അവിടെ ഈ മെഗഫോൺ വെച്ച് ബേബി എന്ന് ഞാൻ വിളിക്കുന്ന മാത്യു സാമുവൽ, അവരൊക്കെ എൻ്റെ സമപ്രായക്കാരാണ്. ഞങ്ങൾ വരമ്പയിലൂടെ ഒക്കെ നടന്നാണ് വാക്യം വിളിച്ചു പറയുന്നത്. അങ്ങനെ ഉള്ള സുവിശേഷ വേലയൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. എന്നാൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയുക, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും പിശാചിന് നമ്മുടെ മേലൊരു കണ്ണുണ്ട്. അവൻ്റെ ആഗ്രഹം ശുദ്ധിയുള്ളതിനെ അശുദ്ധമുള്ളതാക്കണം. യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുക, ഇവൻ അകത്ത് കയറി തലച്ചോറി കയറി ഉള്ളിൽ കയറി കഴിഞ്ഞ് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട തിരുവചനമായിരിക്കണം. ആമേൻ. ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ ഒരു സാത്താനും പേടിപ്പിക്കാൻ, അഥവാ നമ്മുടെ മൈൻഡിൽ അങ്ങനെ തോന്നിയാൽ പറയും പോ പിശാചി എന്ന് പറയും.
പറയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ അത് പറഞ്ഞു പഠിക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന ചില വിദ്യാഭ്യാസം ചെയ്യുന്നവരോട് ഞാൻ പറയാം, അങ്ങനെ സ്പെഷ്യൽ കൃപയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ലോകവ്യാപകമായി ഞാൻ സഞ്ചരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. അവരെല്ലാം മുന്നോക്കം വന്നിട്ടുമുണ്ട്. മാവേലിക്കര പട്ടണത്തിലും തന്നെ എല്ലായിടത്തും. ഇന്ന് രാത്രി ഞാൻ പറയുക, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് മണ്ടനാണെന്നും മണ്ടിയാണെന്നും അല്ല പറയേണ്ടത്. നീ ഒരു ദൈവ പൈതലാ. നീ നിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചിട്ട് യേശു അപ്പച്ചനോടൊന്ന് പ്രാർത്ഥിച്ച് ലെറ്റ് യേശു അപ്പച്ചൻ്റെ ശക്തി നിൻ്റെ ഈ മണ്ഡലത്തെ പുരോഗതിയിൽ കൊണ്ടുവരട്ടെന്ന് പറയാൻ അമ്മയപ്പന്മാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും ഏറ്റവും ടോപ്പായ കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിൽ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുക. യഹോവ അല്പബുദ്ധിയെ, ഞാൻ പഠിക്കാൻ വലിയ മിടുക്കനല്ലായിരുന്നു, എന്നാൽ ഞാൻ അമേരിക്കയിൽ ചെന്ന ശേഷമാണ് മിടുക്കുണ്ടാകാൻ തുടങ്ങി. ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നീ ഇപ്പോഴുള്ള ഗ്രേഡിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനും, ഇപ്പം അത് ഇപ്പോഴത്തെ ലാംഗ്വേജ് അന്നത്തെ അല്ല, ഒക്കുന്ന ഒരു പണിയുണ്ട്. നീ ബൈബിളിലെ വാക്യം കാണാതെ പഠിക്കണം. ഞാൻ കാണാതെ പഠിക്കാൻ തുടങ്ങി. BA അവിടെ AB എന്നാണ് പറയുന്നത്. എൻ്റെ 4th ഇയർ ഓഫ് കോളേജ് ഇൻ ഒഹായോ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഹൂസ് ഹൂ എന്ന് പറയുന്ന ബുക്കിൽ പേരുള്ളവനായി. എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായ 10 വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന, അത് മറ്റു കോളേജുകളിലേക്ക് വിടുന്നതിന് ഹൂസ് ഹൂ എന്നതിന് വിളിക്കുന്നത്. രഹസ്യം എന്താണെന്നറിയാവോ? വചനം. വചനം വചനം ഇത് തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ സാത്താൻ അവിടെ ഇരിക്കാനൊക്കത്തില്ല. ഇത് ആരുടെ ഹൃദയത്തിൽ കയറിയാലും സാത്താൻ വരുമ്പോൾ അവനോട് പറയും, പോടാ, യേശുവിൻ്റെ നാമത്തിൽ ഈ വാക്യം നമ്മൾ പറഞ്ഞിട്ട് അവനോട് പറയും, വെളിയിലോട്ട് പൊക്കോ, ഇന്നൊക്കെ എൻ്റെ മേൽ അധികാരമില്ലെന്ന്. അങ്ങനെ ചെറുപ്രായം മുതൽ തന്നെ ഞാനിങ്ങനെ പഠിച്ചു വന്ന ഒരാളാണ്. പ്രിയ പൊടിമോനും അറിയാവുന്ന, അവർക്ക് ബന്ധമുള്ള എൻ്റെ നേരെ കിഴക്കേ വീട്ടിലെ ഞാൻ ആ കൊച്ചമ്മയെന്നാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് തുല്യമായൊരമ്മ. ചെറുപ്പത്തിൽ ഈ അയൽക്കത്തെ വീടുകളൊക്കെ അല്ലേ, അമ്മച്ചി, ആ അമ്മ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നീയും എൻ്റെ മോനും ഒന്നിച്ചാ ഈ മുല കുടിച്ചു വളർന്നതെന്ന്. അതുപോലെ സ്നേഹബന്ധമുള്ളൊരമ്മ അറിയാമല്ലോ, കിഴക്കയിലെ കൊച്ചമ്മ. കൊച്ചമ്മയുടെ കാലിൽ ദീർഘകാലങ്ങളായി ഒരു വ്രണം കരിയാതെ, അന്ന് കാലത്തെ ചള്ളയും വെള്ളമുള്ള ആ നാട്ടിൽ, മരുന്നൊന്നും ഇല്ലാത്ത ആ നാട്ടിൽ, ദൈവം, എനിക്ക് ഒന്നും അറിയത്തില്ല, ദൈവം എന്നോട് പറഞ്ഞു, നീ ആ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്കറിയാമോ, എനിക്ക് കൃപയില്ല, കൃപാവരവുമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവും പ്രാപിച്ച ഒരാളാണ്. എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. കൊച്ചമ്മയുടെ കാല് കരിയാൻ തുടങ്ങി. നിങ്ങൾ കേൾക്കണം, ഇത് നിങ്ങൾക്ക് അധികാരമുണ്ട്. ഞാൻ പാസ്റ്റർ അല്ലായിരുന്നു, ഞാൻ വചനം അറിയുന്ന പാസ്റ്ററും അല്ലായിരുന്നു, വചനം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം, അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അത് മതി. നിന്റെ ബാല്യക്കാരന് സൗഖ്യം വരും, നിന്റെ കുഞ്ഞിന് സൗഖ്യം വരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സഹോദരന്മാരെ, ചില അത്ഭുതങ്ങൾക്കാണ് നിങ്ങളെ വിളിച്ച. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി വിളിച്ചപ്പോൾ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി കൂടെ വിളിച്ചത്. സഹോദരിമാരെ, അങ്ങനെ തന്നെ നിങ്ങളെയും നമുക്ക് വലിയൊരു വേല ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ വേഗം നിർത്തിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ അശുദ്ധാത്മ പ്രവർത്തനവും വിടുതലും എന്ന മണ്ഡലത്തിൽ ഞാൻ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട്. അതിലേക്കൊന്നും ഈ ഒരു പബ്ലിക് മീറ്റിംഗ് ആയിട്ട് പറയുന്നില്ല. എന്നാൽ പറയുക, നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ചാൽ, യേശുവിൻ്റെ രക്തവും ദൈവപുത്രനായ യേശുവിൻ്റെ നാമവും വചനവും ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും, മിക്കവാറും സഹോദരിമാർ ഭർത്താക്കന്മാരോട് പറയും, മറ്റുള്ളവരോടും പറയും, നിങ്ങൾ ആണുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല ഞങ്ങളുടെ പ്രശ്നം. ഭർത്താക്കന്മാർ കേട്ട് കാണും. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ്. അവർ പറയുന്നുണ്ടെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ, അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിന് കൂടെ ഇരുന്നില്ലെങ്കിൽ ഉടനെ അവർ പറയും, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങളുടെ വിഷമം ഉണ്ടോ. ഇവർ ഭയങ്കര മിടുക്കരാണ് കേട്ടോ, ഭയങ്കര മിടുക്കര. ആരും മിണ്ടുന്നില്ല, കാര്യം അവരിലേക്ക് നോക്കിയിരിക്കുക ആരാ പറയുന്നതെന്ന്. ദൈവമക്കളെ, ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിച്ചു. നമ്മുടെ എത്ര വലിയ വിഷയമായാലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിജയം എൻ്റെ യേശുവാ, അവൻ്റെ നാമമാ, അവിടുത്തെ രക്തമാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ അവസരമെടുക്കുക. ആരെ ഞാൻ മുമ്പോട്ട് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യം ഇതൊരു സെൻസിറ്റീവായ ഇഷ്യൂ ആയതുകൊണ്ട്.
എന്നാൽ നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രതിസന്ധിയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കയറും. വിഷയം, നിങ്ങൾ ശരീരത്തിൻ്റെ അവയവം ആന്തരികമാണെങ്കിൽ, ഹാർട്ടാണെങ്കിൽ, ലിവറാണെങ്കിൽ, ലങ്സ് ആണെങ്കിൽ, കിഡ്നി ആണെങ്കിൽ ആ ഭാഗത്തേക്ക് കൈവെക്കണം. ഇപ്പം കൺവെൻഷനിലെങ്കിലും രോഗശാന്തി പ്രസംഗം കേൾക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുക. ഇന്ന് ഇതുകൊണ്ടൊരു സൗഖ്യമുണ്ടായാൽ എത്രയോ വലിയ അത്ഭുതമായിരിക്കും. നമ്മുടെ തലമുറകൾ അടുത്തുണ്ടെങ്കിൽ അവരെ അടുത്തുണ്ടെങ്കിൽ തൊട്ടും, അടുത്തില്ലെങ്കിൽ അവരെ ഓർത്തും ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവരുടെ ബുദ്ധിമണ്ഡലം വികസിച്ചു വരാൻ വചനം പറഞ്ഞു കൊടുക്കുന്നൊരു മണ്ഡലം ഉണ്ടാക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. എൻ്റെ ഭാര്യ ഇന്നും പറഞ്ഞല്ലോ, ഷി ഹാഡ് യൂട്രസ് പ്രോബ്ലം. സൗമിനിയും ഞാനിങ്ങനെ പോയി പ്രാർത്ഥിച്ച് രോഗശാന്തിയും ഭൂതശാന്തിയും അനേകർക്ക് അത്ഭുതകരമായ സൗഖ്യം. വീട്ടിലിരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന ഈ സമയം അറിയാം, അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. എനിക്ക് വേണ്ടി ഒരു 150 പേര് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർമാർ അല്ലാത്തവർ, ഷാരൂനിലല്ലാത്തവർ. ഇവളും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ യൂട്രസിന് പ്രോബ്ലമായി. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്, വളരെ അടുത്തവരുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ അവളോട് പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, സൗമിനി ആൻറ്റി തിങ്കളാഴ്ച ഇങ്ങ് വന്നാൽ മതി, കുഴപ്പമില്ല, ഞായറാഴ്ച വൈകിട്ട് അങ്ങ് അഡ്മിറ്റ് ആയിക്കോ, ഞാൻ ഇങ്ങ് വന്ന് ആ യൂട്രസ് അങ്ങ് റിമൂവ് ചെയ്ത് തരാമെന്ന്. സൗമിനി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഇത്രയും ഗട്ട്സ് എവിടെ നിന്ന് കിട്ടി ഒരാളുടെ ഒരു ശാരീരിക അവയവം ഇങ്ങനെ മുറിച്ചു കളയാമെന്ന് പറയാൻ? ഞാൻ പറഞ്ഞു, ഞാനും നീയും വിശ്വസിക്കുന്നവരും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരുമാണ്. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും, കർത്താവ് സൗഖ്യമാക്കും. ആ വിടുവിച്ചില്ലെങ്കിലും എന്ന് നിനക്ക് ഞാനല്ല അതെടുക്കേണ്ട, നീ എടുക്കണം ആ തീരുമാനം. ഇപ്പം ഞാൻ ഇത്രയും കാര്യമായിട്ടൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് എന്തേലും ആട്ടെ, അച്ഛൻ പറഞ്ഞല്ലേ അങ്ങനെ പ്രാർത്ഥിച്ച് സൗഖ്യം വന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു കാണും. അങ്ങനെ പറഞ്ഞിട്ടും ഈ ഡോക്ടേഴ്സ് അറിയാവുന്നവർ പറഞ്ഞു, ഒരു പ്രൊഫസർ കോട്ടയം മെഡിക്കൽ കോളേജിനെ പോയി കാണാം. ലൂസി എന്നായിരുന്നു പുള്ളിക്കാരുടെ പേര്, ഇപ്പോഴും കാണുമായിരിക്കും, ചിലപ്പോൾ റിട്ടയർ ചെയ്തായിരിക്കും. അവിടെ ചെന്ന് സൗമിനി കാർഡ് കൊടുത്തിട്ട് ഞങ്ങളുടെ ഈ ഹീലിംഗ് ക്രൂസൈഡ്സിൻ്റെ ഒരു കാർഡ് കൊടുത്തു. പുള്ളിക്കാരി CSI കാരിയായിരുന്നു. സൗമിനിയോട് ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അത്ഭുത രോഗശാന്തി ഉണ്ടാ കാര്യമൊക്കെ പറയാം. ഡോക്ടർ ചോദിച്ചു, സൗമിനി ഇത്രയും അത്ഭുതങ്ങൾ കണ്ട് സൗമിനി എന്തിനാ എൻ്റെ അരികെ വന്നതെന്ന്. സത്യത്തിൽ അതിൽ കൂടി ഒരു ചോദ്യം ചോദിക്കാനില്ല. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ പോയി സ്കാൻ ചെയ്യും, 7 മാസം കഴിഞ്ഞ് ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കിടന്ന് പഠിക്കാൻ ഒക്കില്ല, തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഈ 7 മാസം സൗമിനി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എടുത്തപ്പം പ്രോബ്ലം ഉണ്ട്. എന്നിട്ടും ഡോക്ടർ പറഞ്ഞു 7 മാസം കഴിയുമ്പോൾ തിരിച്ചു വരണം. അതൊരു ഏപ്രിൽ മാസമാണ്. ഈ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും സമയമാവുന്നതാണ് നമുക്കൊരു സംശയം കാണും. നാളെ ഇത് വീണ്ടും റീസ്കാൻ ചെയ്യുമ്പോൾ കർത്താവെ ആയിരിക്കണേ, കർത്താവ് പറഞ്ഞതാ. അനേകരുടെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമോ? അന്ന് അതേ സ്ഥലത്ത് സ്കാൻ ചെയ്യുമ്പോൾ 17 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ യൂട്രസ് പോലെ എൻ്റെ ഭാര്യയുടെ യൂട്രസ് മാറിയെന്ന് ഡോക്ടർ പറയുന്നു. ഇന്ന് രാത്രി ഏത് പ്രശ്നമായാലും എൻ്റെ കയ്യിലൊരു മറുപടിയില്ല, മറുപടി ഉള്ളവനോട് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ ഏത് പ്രശ്നവുമാകട്ടെന്ന്, നമ്മുടെ ഏത് പ്രശ്നവുമാകട്ടെ, എനിക്കുറപ്പുണ്ട് എൻ്റെ ഡയബറ്റീസ് എടുത്തു മാറ്റി എൻ്റെ കർത്താവ്. 2 സൈഡിലുണ്ട് എൻ്റെ ഹെർണിയ മായന്നു പോയ ആ മാറ്റം വരുത്തിയ എൻ്റെ ദൈവം ഇന്ന് രാത്രി ഒരു പനി മാറ്റാനാണ് അവന് കഴിയാത്തത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ചെവിക്ക് വേദന മാറ്റാനാണോ അവന് കഴിയാത്തത്? എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒരു നിമിഷം മതി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പാടുന്നവർ ഓടിവാ നല്ല മനോഹരമായി പാടുകയും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുകയും അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഇന്ന് സൗഖ്യങ്ങളുടെ രാത്രിയാകും. എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടാ. അപ്പോൾ ഓരോരുത്തരായി എഴുന്നേറ്റ് കർത്താവിന് മഹത്വം കൊടുത്തോണ്ട് നിൽക്കണം. മഹത്വം കൊടുക്കാതെ നിൽക്കല്ലേ. ഞാൻ കറക്റ്റ് സമയത്ത് നിർത്തിക്കോളും. നിങ്ങളെല്ലാവരും സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. സഹോദരിമാരെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുക. അവർ പാടുമ്പോൾ കൈകൊട്ടി പാടുകയും ആരാധിക്കാനായിട്ടുള്ള സമയമാകുമ്പോൾ ഞാൻ പാസ്റ്ററെ ഏൽപ്പിക്കും. അവസാനം
അവസാനം ഞാൻ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് വിശ്വാസത്തോടെ പോകണം. പാസ്റ്റർ ബിനാശ് പ്രാർത്ഥിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ട് 2 കരങ്ങൾ ചേർത്ത് അടിച്ച് താളത്തിനൊത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. Come on, you guys. In the name of Jesus. Ajja hasta jabalam parava adda bala hasta chanagam managa tabalam adda nala vila tanagam parabada nalam യേശു നാമം അതിശയനാമം ഏഴേനിക്കുന്ന നാമം യേശു നാമം അതിശയനാമം ഏഴേനിക്കുന്ന നാമം പാപപരിഹാരത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരത്ത പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം എന്നാമില്ല പാപം എങ്കിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം എന്നാമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തിരുമുന്നിൽ വല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തിരുമുന്നിൽ വല്ല ഭക്തമുള്ള നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം ഭൂതബാധിതർക്കും ജ്ഞാനവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കും നാമം കുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം കുരുടർക്കും മൂടർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകും നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം നീതിയോടെ രാജ്യം ഭാരമേൽക്കാൻ ഭൂവിൽ വേഗം വരുന്ന നാമം നീതിയോടെ രാജ്യം ഭാരമേൽക്കാൻ ഭൂവിൽ വേഗം വരുന്ന നാമം നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുന്നിൽ വല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുന്നിൽ വല്ല ഭക്തമുള്ള നാമം യേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പ നാമം യേശുനാമം
അതിശയനാമം എനിക്ക് ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കുന്ന ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും ഭോജനം കൊടുക്കുന്ന കുരുടർക്കും മൂടത്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതല നൽകുന്ന കുരുടർക്കും മൂടത്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതല നൽകുന്ന യേശുനാമം അതിശയനാമം എനിക്ക് യേശുനാമം അതിശയനാമം എനിക്ക് യേശുനാമം അതിശയനാമം എനിക്ക് യേശുനാമം അതിശയനാമം എനിക്ക് യേശുനാമം അതിശയനാമം രാത്രിയായി മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ അവൻ തകർന്നു വീഴുന്ന രാത്രിയായി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ദൈവജനത്തിന് മേൽ വ്യാപരിക്കട്ടെ. അവൻ ശാരീരിക സൗഖ്യം വ്യാപരിക്കട്ടെ. ശാരീരിക ശുദ്ധീകരണം അവൻ സംഭവിക്കട്ടെ. നാളുകളായി തടഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. വിടുതലിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. വചനത്താൽ ജയമെടുക്കുകയില്ല. അന്ധകാര ശക്തികൾ തകർന്നു വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മുന്നോട്ട് വിടാതെ വട നിരാശയിട്ട് അവൻ തകർന്നു കളയുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയും എല്ലാ പൈശാചിക കോട്ടകളെയും ഇരുട്ടിന്റെ ശക്തികളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുകയാ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. പൈശാചിക കോട്ടകൾ തകർന്നു വീഴട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു വീഴട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവജനത്തെ തകർന്നു കളയുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ അശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ കൊണ്ടുവന്ന് അവൻ സ്തോത്രം അവൻ ശുദ്ധീകരണം വരുത്താതെ വണ്ണം അവൻ ദൈവത്തെ അകറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിലും അവിടുത്തെ രക്തത്താലും ഇന്ന് രാത്രി ശാസിക്കുകയോ. Thank you, Jesus. We give you glory. Thank you, Master. Hallelujah. Oh, thank you, Lord. Thank you, Lord. Thank you, Lord.
Hallelujah, hallelujah. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്, രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ വിടുതലിലേക്ക് കർത്താവ് നമ്മെ നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലോ നമ്മുടെ ത്വക്കിലോ ബാഹ്യ അവയവങ്ങളിലോ ഏത് നിരത്തിലുള്ളതായ ഇവിടെ പ്രസ്താവിക്കപ്പെട്ടതോ അല്ലാത്തതായ നിലപാടുകളിൽ രോഗം ബാധിച്ചിട്ടുള്ളതിന്, പൈശാചിക ശക്തികളുടെ അലട്ടുള്ളതിന്, ആരോ നിങ്ങൾക്കെതിരെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഭീതിയുള്ളവർ, ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവർ, ഇന്ന് രാത്രി സാത്താനെ നമ്മുടെ മൈൻഡിൽ നിന്ന് പുറത്തു നിർത്തുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് കർത്താവിനെ യേശുവിൻ്റെ രക്തത്താലും ദൈവവചനത്താലും യേശുവിൻ്റെ നാമത്തിനാലും ഇന്ന് നമ്മൾ അവനെ പുറത്താക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ പിതാവേ, കഴിഞ്ഞ 2 രാത്രികളായി പിശാചിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും അശുദ്ധാത്മ പ്രവർത്തനം എങ്ങനെ വിടുതലുമാകാമെന്ന് പറഞ്ഞ വാക്കുകളിൽ അവിടുത്തെ നാമമുള്ളത് കൊണ്ട്, അവിടുത്തെ രക്തത്വമുള്ളത് കൊണ്ട്, യേശുവെ അവിടുത്തെ വചനമുള്ളത് കൊണ്ട് ഇന്ന് ഏത് കാറ്റഗറി പെട്ടതായാലും, അത് മൈൻഡിന്റെ പ്രശ്നമായാലും, അത് ഭീതിയായാലും, ശാരീരിക അവയവങ്ങളോട് പോരുന്ന പോരാട്ടങ്ങളായാലും, ഇന്ന് രാത്രി നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രോഗാത്മാക്കളോട് പുറത്തു പോകുവാൻ കൽപ്പിക്കുകയാണ്. മൈൻഡിനെ ഭീഷണിയിലും ഭീതിയിലും നിരന്തരമായ ഭയത്തിലും നിലനിർത്തുന്ന എല്ലാ വ്യക്തികളിൽ നിന്നും ഭയം പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചതിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം കൂടെ ദൈവസന്നിധിയിലിരുന്നു. ഇന്ന് രാത്രിയിലും വളരെ ശക്തമായി കർത്താവിൻ്റെ ദാസനിലൂടെ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നുവല്ലോ. ആമേൻ സ്തോത്രം. ആമേൻ. അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ദൈവിക വിടുതലും എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ ആധികാരികമായി ആത്മാവിൻ്റെ നിറവിൽ, ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവവചനം പ്രഘോഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടേണ്ടതിന് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. പിശാചിൻ്റെ പ്രവർത്തികളെയും തന്ത്രങ്ങളെയും ഓരോ ദൈവ പൈതലും ആമേൻ സ്തോത്രം എല്ലാ തലങ്ങളിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രി നാം കേൾക്കുവാനിടയായാലും ഒരു നിമിഷവും കൂടെ നമ്മുടെ കണ്ണുകളെ ആമേൻ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ കേൾക്കപ്പെട്ട ദൈവികാലോചനയ്ക്ക് മുമ്പാകെ ഇന്ന് രാത്രിയിലെ കൺവെൻഷനിലൂടെ നീള ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കിയതോർത്ത് ആമേൻ സ്തോത്രം ചെയ്യുകയോ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കുകയും വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നടക്കുന്ന ആമേൻ മീറ്റിങ്ങുകളും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസപ്രിയ ഡേവിസ് പാഷ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുന്ന കർത്താവേ. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലും കടന്നു വന്ന കർത്താവേ, അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം സഹായിച്ചല്ലോ. നല്ല ഗാനങ്ങൾ പാടുവാൻ കൊയറിനെ കർത്താവ് ഉപയോഗിച്ചതിനായി സ്തോത്രം.
ലീഡ് ചെയ്യുന്ന കർത്താവിദാസനായി പ്രാർത്ഥിക്കുന്നു. ദൈവം യോജിച്ചല്ലോ ഇന്ന് രാത്രി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനിലൂടെ ഞങ്ങളെ അറിയിച്ച ദൂതുകൾക്കായി, നല്ല ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒളിഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തിയുടെ പോരുകളിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത ഈ രാത്രിയിൽ വിളിച്ചറിയിക്കുവാൻ അങ്ങയുടെ അഭിഷിക്തരെ ശക്തമായി കരങ്ങളിലെടുത്തല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകിയ വിടുതലിനായി സ്തോത്ര. കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടുവിച്ചല്ലോ, വ്യക്തികളെ കർത്താവ് തൊട്ടല്ലോ, തലമുറകളെ കർത്താവ് സ്പർശിച്ചല്ലോ. വിദൂരങ്ങളിലായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി കർത്താവിനെ കരചലിച്ചതിനായി, അത്ഭുതങ്ങൾ വെളിപ്പെട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ അഭിഷിക്തദാസനെ ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപയിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന ശുശ്രൂഷയെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉപയോഗിക്കുമാറാകണം. ദൈവം ശക്തമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹത്തോടെ ഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരോടും, നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരോടും, ലോകത്തെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, ആമേൻ. വേഗം വരണമേ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിൽ 8 മണി മുതൽ 10 മണി വരെ